ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒരു ചെറിയൊരു ചോദ്യം. യേശുവിനെ പോലെ ആകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇവിടെ? എനിക്ക് യേശുവിനെ പോലെ ആകണം എന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ആരുമില്ലേ? നടക്കൂലേ? അല്ല, ആഗ്രഹമുള്ളവരൊന്ന് കൈവയ്ക്കേ. എനിക്ക് യേശുവിനെ പോലെ ആകണം എന്ന് ആഗ്രഹമുള്ളവർ. എന്തായാലും ആകുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെയുള്ള ചിന്തയുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ യേശുവിനെ പോലെ ആകണമെന്ന ആഗ്രഹം. ഇപ്പോൾ യേശു അത്ഭുതം ചെയ്തു, യേശു വലിയ അടയാളങ്ങൾ ചെയ്തു. ഇപ്പോൾ കാറ്റും കോളും വരിക, കാറ്റും കോളും, വലിയ കാറ്റും കോളും വന്നേക്കാം. അപ്പോൾ കാറ്റും കോളും വരുമ്പോൾ ആ പടകിൽ കിടന്ന് ഉറങ്ങുന്ന കർത്താവിനെ തട്ടി വിളിക്കുമ്പോൾ യേശു കൈ വിരിച്ചു പിടിക്കുന്നു, കാറ്റും കോളും മാറുന്നു, കടലും ശാന്തമാകുന്നു. അല്ല, അതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവെ, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവം ചെയ്യണം. അപ്പോൾ കൈ ഉയർത്തുമ്പോൾ പെട്ടെന്ന് കടൽ ശാന്തമാകുന്നു, കാറ്റും കോളും നിൽക്കുന്നു. ഒരു തളർവാദ രോഗി നടന്നു വരുന്നു, അവനെങ്ങനെ ഒന്നടിക്കുമ്പോൾ അവൻ ചാടി എഴുന്നേൽക്കുന്നു, ഓടിപ്പോ. ഞാൻ എൻ്റെ ഉള്ള സത്യം പറയാം, ഞാൻ സുവിശേഷത്തിൽ ആദ്യം വരുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് ഞാൻ പലപ്പോഴും ഇതുപോലെ വലിയ അത്ഭുതങ്ങൾ 1-2 ഞാനിങ്ങനെ കണ്ടു എൻ്റെ ലൈഫിൽ. പ്രത്യേകിച്ച് ഒരു തളർന്നു കിടക്കുന്ന ഒരാളൊക്കെ എഴുന്നേറ്റ് നടക്കുന്നതും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടു. അതുപോലെ തന്നെ പഴകുളം പാസിൽ ഞാൻ ആദ്യമായിട്ട് ക്യാമ്പിൽ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ഷിബു ബ്രദറിലൂടെ ചില പ്രവർത്തികൾ, പ്രത്യേകിച്ച് ഭയങ്കര വയലൻ്റായിട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ അടുത്ത് ചെന്ന് ബ്രദർ ചിലപ്പോൾ നടന്നു പോയി തലയിലൊന്ന് കൈവച്ചോടുകൂടി ആൾ മാറി, പഴയ ആ വയലൻസൊക്കെ മാറി, പെട്ടെന്ന് ശാന്തനായി മാറി. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കിട്ടിയാൽ കൊള്ളാലോ, രസമല്ലേ? നമുക്ക് കിട്ടിയാൽ പുളിക്കൊന്നുമില്ലല്ലോ അല്ലേ? അത്യാവശ്യം ഒന്ന് കൈവച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് ശാന്തമാകുക, അല്ലെങ്കിൽ സ്പിരിറ്റിനെ അഴിക്കാൻ പറ്റുന്ന ഒരവസരം കിട്ടുക, അല്ലെങ്കിൽ രോഗശാന്തി നൽകാൻ പറ്റുക. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നു, ലോകം മുഴുവൻ നമ്മളെ കാണുന്നു, എല്ലാം നമ്മളിലേക്കൊരു ശ്രദ്ധ, ഇത് ഭയങ്കര ഒരു അട്രാക്ഷൻ കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത, കൊള്ളാം, യേശുവിനെ പോലെ ആയാൽ കുറേ കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ബൈബിൾ വായിച്ച് ഓരോ കാര്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശു ചെയ്ത കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന അത്ര ഈസിയുള്ള ഒരു കാര്യമല്ല, അതത്ര സുഖമായിട്ട് നമുക്ക് പോകുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് നമുക്ക് വചനത്തിലൂടെ മനസ്സിലായി. ഇപ്പം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തണമെങ്കിൽ യേശു ചെയ്തതുപോലെ എങ്ങനെ സുഖപ്പെടുത്താൻ പറ്റും? ഇപ്പോൾ കുഷ്ഠരോഗി വരുന്നു, അപ്പോൾ യേശു സാധാരണ കുഷ്ഠരോഗിയെ അടുത്തുപോലും നിർത്താൻ പറ്റാത്ത രീതിയിലാണ് അന്നത്തെ യഹൂദ പശ്ചാത്തലം. പക്ഷെ യേശു അവൻ കുഷ്ഠരോഗിയാണ് എന്ന് അറിഞ്ഞിട്ടും അവനെ അടുത്തേക്ക് വിളിക്കുന്ന, അല്ലെങ്കിൽ അവന് സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നത്. നമുക്ക് പറ്റുമോ? അത് ഒരു കുഷ്ഠരോഗിയാണെന്ന് കണ്ടിട്ടും, ഇപ്പോൾ ലെപ്രസി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, പോയി ചികിത്സിക്കുക അല്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട് നമ്മളിൽ? അല്ലെങ്കിൽ അത് വെച്ച് കെട്ടാൻ, കാരണം ആ അഴുക്കും അല്ലെങ്കിൽ ആ കൈയും കാലമൊക്കെ ചിലപ്പം പഴുത്ത് ചീഞ്ഞളിഞ്ഞ് നിൽക്കുന്ന ഒരു ശരീരത്തെ ഒന്ന് തൊടാൻ പോലും നമുക്ക് ചിലപ്പോൾ അറപ്പായിരിക്കും, ഒരു സ്വാഭാവികമായ ഒരു നോർമൽ പേഴ്സണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മിലേക്ക് വന്നാൽ നമുക്ക് പറ്റുമായിരിക്കാം. ദൈവം കൃപ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമായിരിക്കാം. പലർക്കും യേശുവിൻ്റെ പോലെ ആകണം, അല്ലെങ്കിൽ യേശുവിൻ്റെ രീതിയിൽ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ചിലത് പറ്റും, ചിലത് എനിക്ക് പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ചോയ്സസ് ആണ്. ഇന്ന കാര്യം ഓക്കെ, കർത്താവ് ചെയ്ത ഈ കാര്യം ഓക്കെ, കർത്താവ് ചെയ്ത ഈ കാര്യം എനിക്ക് പറ്റത്തില്ല. കർത്താവ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സുവിശേഷത്തിൽ. യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ട്, യേശു ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട്, ഇത് തന്നെ എഴുതിയിരിക്കുന്നത് യേശുവാണ് ദൈവപുത്രൻ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടാണ്. ബാക്കിയെല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനെ സ്വീകരിക്കാൻ പോലും കഴിയാത്ത വണ്ണം അത്രയധികം അത്ഭുതങ്ങൾ യേശു ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്തായാലും യേശു ചെയ്ത അത്ഭുതങ്ങളിലൂടെയല്ല നമ്മളിന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്, മറ്റൊരു വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഇന്നെനിക്ക് തോന്നുന്നു ഏറ്റവും കോൺഫിഡൻഷ്യലായിട്ട് നടത്തുന്ന ഒരു എക്സാം ഏതായിരിക്കും? വളരെ സെക്യൂരിറ്റി ആയിട്ട് നടത്തുന്ന ഒരു എക്സാം എനിക്ക് തോന്നുന്നു നീറ്റിൻ്റെ എക്സാം ആണെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഡ്രസ് കോഡ് വരെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം, ഒത്തിരി നിബന്ധനകളും നിയമങ്ങളുമാണ് ഒരു നീറ്റിൻ്റെ എക്സാമിന്. അപ്പോൾ ഈ നീറ്റിൻ്റെ എക്സാം അടുത്ത ദിവസം നടക്കുക. അപ്പോൾ നാളെ എക്സാമിന് പോകാനായിട്ട് ഞാനൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയത്ത് നാളെ വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ ആൻസർ ഷീറ്റും കൂടി എൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സാമിന് പോകുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? രണ്ടും എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുക. അതായത് ഇന്ന ക്വസ്റ്റ്യൻ, ആകെ 30 ക്വസ്റ്റ്യൻ, ഈ 30 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇന്നതാണ്, ഈ 30 ആൻസർ, അത് 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെ 30 ആൻസർ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോകാൻ തയ്യാറുള്ള എത്ര പേരുണ്ട് ഇവിടെ? അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് പിന്നെ കർത്താവ് തരാണെങ്കിൽ തരട്ടെ എന്നല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഉത്തരം കൂടി കിട്ടി നമുക്ക്, പിന്നെന്താ നമുക്ക് ടെൻഷനുള്ളത്? യാതൊരു വിധ ടെൻഷനും ഇല്ല. ഇതുപോലെ ബൈബിളിലൊരു സംഭവമുണ്ട്, എല്ലാം റെഡിയാക്കി നമ്മുടെ കയ്യിൽ തരുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരവും, ചോദ്യവും ഉത്തരവും കിട്ടിയ ആളാണ്
ആദം എന്ന് പറയുന്ന വ്യക്തി. ആദം ഏദൻ തോട്ടത്തിൽ കർത്താവ് ആദത്തെ കൊണ്ടുവന്നപ്പോൾ ആദത്തോട് പറഞ്ഞു, നിനക്ക് വരാനുള്ള പരീക്ഷണം ഇതാണ്, ഈ തോട്ടത്തിലുള്ള ഏതോ ഒരു വൃക്ഷത്തിൻ്റെ പഴം നീ കഴിക്കരുതെന്നല്ല പറഞ്ഞത്, കൃത്യമായി നിനക്ക് വരാനിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വ്യക്തമായി കർത്താവ് പറഞ്ഞു, ഇന്ന പഴം നീ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കും. അതിൻ്റെ ആൻസറും അതിൻ്റെ കോൺസിക്വൻസസും എല്ലാ കാര്യങ്ങളും കൃത്യമായി ആദത്തോട് ദൈവം വ്യക്തമാക്കി കൊടുത്തു. ഈ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും നിനക്ക് ഭക്ഷിക്കാം, എന്നാൽ നിനക്കൊരു പരീക്ഷണം വരാനുണ്ട്, ഒരു പ്രതിസന്ധി വരാനുണ്ട്. അത് നടുവിലെ വൃക്ഷത്തിൻ്റെ പഴമാണ്, അത് നീ കഴിക്കരുത്, അത് കഴിച്ചാൽ കഴിക്കുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും കൊടുത്തു, ആൻസർ ഷീറ്റും കൊടുത്തു. എന്നിട്ടും ആദം എന്ത് സംഭവിച്ചു? ജയിച്ചോ പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടു. പൂർണ്ണ പരാജയം. യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം പരാജയപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഒന്നാം ആദം, ഒടുവിലത്തെ ആദം എന്ന് പറയുന്ന ബൈബിളിൽ ഒരു വ്യക്തിയുണ്ട്. ആരാണ് ഒടുവിലത്തെ ആദം? ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ആദത്തിനെ സംബന്ധിച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ആദത്തിന് ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഒരേ ഒരു ഉത്തരം. അത് ക്വസ്റ്റ്യനും ആൻസറും ഒരുപോലെ കൊടുത്തിട്ടാണ് ആദം ഏദൻ തോട്ടത്തിലേക്ക് വരുന്നത്. എന്നാൽ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് ക്വസ്റ്റ്യനൊക്കെയാണ് വരുന്നത്, അത് ഏതൊക്കെ ടോപ്പിക്കാണ്, ഏതൊക്കെ വിഷയമാണ്. സാധാരണ ഞാനൊക്കെ അങ്ങനെയാണ്. അതായത് എക്സാമിന് ചെന്ന സമയത്ത് മാത്സിന് പഠിച്ചുകൊണ്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ മനസ്സിലായ ഇന്ന് ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പറാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഏത് പരീക്ഷണം എപ്പോൾ എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? പെട്ടെന്ന് ക്ലാസ്സിൽ പിള്ളേരെല്ലാവരും വന്നിരിക്കുമ്പോൾ ക്ലാസ് ടീച്ചർ പറയാം, നമുക്കൊന്നൊരു ക്ലാസ് ടെസ്റ്റ് എടുക്കാം, ഒരു സസ്പെൻസായിട്ട് ഒരു പെട്ടെന്ന് പറയുകയാണെങ്കിൽ പിള്ളേരെല്ലാം ഒന്ന് ഞെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. യേശുവിന് മുമ്പിലേക്ക് പരീക്ഷണങ്ങൾ വന്നതെല്ലാം ഇങ്ങനെ തന്നെയല്ലേ? ഒന്ന് ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശു യോഹന്നാൻ്റെ അടുത്ത് പോയി സ്നാനം കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത് നമ്മൾ വചനത്തിൽ കാണുന്ന കാര്യം എന്താണ്? അവൻ ആത്മാവിൻ്റെ പ്രചോദനത്താൽ മരുഭൂമിയിലേക്ക് പോയി. അവൻ 40 ദിവസം അവിടെ ഉപവസിച്ചു. തദനന്തരം പിശാച് അവനെ പരീക്ഷിച്ചു. അവൻ ഏത് പരീക്ഷണം കൊണ്ടുവരും, ഏത് ചോദ്യം ചോദിക്കും? ഫരിസേയരെ അവൻ വാക്കുമുട്ടിച്ചു എന്ന് കേട്ടപ്പോൾ സദുക്കായർ വന്നു. സദുക്കായരും വാക്കുമുട്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആളുകൾ വന്നു. ഇവരെല്ലാം വാക്കുമുട്ടിച്ച് ഓരോ പരീക്ഷണങ്ങളിലും വിജയിച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ കൂടെ നിന്ന് ശിഷ്യന്മാർ വരെ പരീക്ഷിക്കാൻ തുടങ്ങി. ആരൊക്കെയാണ് യേശുവിനെ പരീക്ഷിച്ചത്? ആരിലൂടെയൊക്കെയാണ് യേശു ക്രിസ്തുവിന് പരീക്ഷണം നേരിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പരസ്യ ജീവിതകാലം മുഴുവൻ പലവിധ ക്വസ്റ്റ്യനുകളിലൂടെയും പല രീതിയിലും യേശു പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ ഏതെങ്കിലും പരീക്ഷയിൽ അവൻ തോറ്റോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാജയപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് നമ്മളൊരു പ്രശ്നമുണ്ട്. നമുക്കിപ്പം എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നു, ഞാനത് പഠിച്ചു ഉത്തരവെഴുതി. നമുക്ക് പാസ് മാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ, 100-ൽ 35 അല്ലേ സാധാരണ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. 35 ഒക്കെ വാങ്ങിയാൽ മതി, അത്യാവശ്യം രക്ഷപ്പെട്ട് ജയിച്ചു കയറി. യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷയിലുള്ള പ്രത്യേകത 100-ൽ 35 മാർക്ക് വാങ്ങിച്ചാൽ ക്രിസ്തു ജയിക്കുമോ? വേണ്ട. 90 വായിച്ചാൽ ജയിക്കുമോ? 99 വാങ്ങിയാൽ ജയിക്കുമോ? 99.99 കിട്ടിയാൽ ജയിക്കുമോ? ഇല്ല. 100-ൽ 100 കിട്ടണം ക്രിസ്തുവിൻ്റെ പരീക്ഷയിൽ. ഇതാണ് വ്യത്യാസം. ആദവും യേശുവും നേരിട്ട പരീക്ഷകളിലുള്ള വ്യത്യാസം. ആദം എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു പരീക്ഷണം, അതിൻ്റെ ഉത്തരവും അവൻ്റെ മുൻപിലുണ്ട്. പക്ഷേ അതിൽ പോലും മനുഷ്യൻ പരാജയപ്പെട്ടു. ആദം എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ എന്ന. അതിൽ പോലും ഈ മനുഷ്യൻ പരാജയപ്പെട്ടു. എന്നാൽ രണ്ടാം ആദമായി നമ്മുടെ മുൻപിലേക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സകല പാപങ്ങളും ഏറ്റെടുക്കാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ഏറ്റെടുത്ത അല്ലെങ്കിൽ അവൻ്റെ മുൻപിൽ വന്ന പരീക്ഷണങ്ങൾ അത് ചെറുതല്ല, അത് ചിന്തിക്കാൻ കഴിയുന്നതല്ല, അത് വലുതാണ്. മാത്രമല്ല ആ പരീക്ഷകളാകട്ടെ ഓരോ നിമിഷവും വരികയും ഓരോ വ്യക്തികളിലൂടെ വരികയും ചെയ്യും. എങ്ങനെയായാലും അതിന് കൃത്യമായി അവൻ നേരിട്ടേ മതിയാകൂ. അതിൽ 100-ൽ 100% മാർക്ക് ലഭിച്ചാൽ മാത്രമേ കർത്താവ് വിജയിക്കത്തുള്ളായിരുന്നു. എന്നാൽ ആ 100-ൽ 100 വാങ്ങി വിജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. യേശുക്രിസ്തുവിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും അവൻ വിജയിച്ച് 1-ാം സ്ഥാനം നേടി. ആ 1-ാം സ്ഥാനം നമുക്ക് നൽകാൻ ആഗ്രഹിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ നേരിടുന്ന പരീക്ഷകളെക്കുറിച്ച്, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അവന് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവന് യാതൊരു നിശ്ചയവുമില്ല. പക്ഷേ അവന് സംഭവിക്കാനിരിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും അവന് വ്യക്തമായിട്ട് അറിയാം. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ അവൻ എവിടെ ജനിക്കും, അവൻ എവിടെ ആയിരിക്കുക, ഏതൊക്കെ രീതിയിലുള്ള പ്രതികൂലങ്ങൾ അവൻ്റെ മുൻപിൽ വരും, എന്തൊക്കെ പ്രതിസന്ധികൾ അവന് വരും, തൻ്റെ കൂട്ടത്തിലിരുന്നവൻ പോലും തന്നെ ഒറ്റുകൊടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യേശുവിന് അറിയാം. സകല കാര്യങ്ങളും
യേശുവിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ യേശു എപ്പോഴെങ്കിലും ആ രീതിയിൽ അവരോട് ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? ഇപ്പം യൂദാസ് തന്നെ ഒറ്റുകൊടുക്കുമെന്ന് യേശുവിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എപ്പോഴെങ്കിലും യേശു യൂദാസിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? യേശുവിനെ ഒറ്റുകൊടുക്കാൻ വരുന്ന ആ ഗെത്സമനിലുള്ളൊരു കാഴ്ചയുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ യൂദാസ് വന്ന് ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കുമ്പോഴും യൂദാസിനെ പിടിച്ച് പുറകോട്ട് മാറ്റിക്കൊണ്ട് ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ് പിടികൊടുക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. അവിടെ പോലും സ്നേഹത്തിൻ്റെ ഒരു മനോഭാവം നമുക്ക് വളരെ വലുതാണ്. യാതൊരു വിധത്തിലും ഒരു വ്യക്തിയെപ്പോലും മാറ്റി നിർത്താതെ അത്രയും അധികം സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധന്മാരും മറ്റും ആകാൻ വരം നൽകി. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണമാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു, അപ്പസ്തോലനായി. എല്ലാവർക്കും അപ്പസ്തോലനാവാൻ പറ്റുമോ? ചിലപ്പോൾ ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുവൻ അപ്പസ്തോലനാണെങ്കിൽ മറ്റൊരുവൻ ചിലപ്പോൾ പ്രവാചകനായിരിക്കും അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേറൊരു വ്യക്തിയെ സുവിശേഷ പ്രഘോഷണമായിരിക്കും, മറ്റൊരു വ്യക്തിക്ക് ഇടയനായിരിക്കും, തൻ്റെ ജനത്തെ നയിക്കേണ്ട വ്യക്തിയായിരിക്കും. വേറൊരുവൻ പ്രബോധകനായിരിക്കും. എല്ലാവരും പ്രബോധകരാണെന്ന് നിർബന്ധമില്ല. ഓരോരുത്തർക്കും ദൈവം താൻ തിരഞ്ഞെടുത്ത വേലകളുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയുമുണ്ട്. അത് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. ഇത് പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? ഇത് വിശുദ്ധരെ പരിപൂർണമാക്കുന്നതിന്. വിശുദ്ധൻ എന്ന് വെച്ചാൽ അവൻ പൂർണ്ണനെന്നാണ് അർത്ഥം. ദൈവം വിശുദ്ധീകരിച്ചു. മനുഷ്യനെങ്ങനെയാണ്? മനുഷ്യൻ നോക്കുമ്പോൾ ചിലപ്പോൾ വിശുദ്ധി ഉണ്ടാവും, ചിലപ്പോൾ അശുദ്ധി ഉണ്ടാവും, പല രീതിയിലുണ്ടാവും. ദൈവമാണ് അവനെ വിശുദ്ധനെന്ന് എണ്ണേണ്ടത്. മനുഷ്യനാണോ ഒരു ഇതിനെ വിശുദ്ധനെന്ന് എണ്ണേണ്ടത്? അപ്പം എനിക്ക് ആൻഡുവിനെ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം, ആൻഡു വിശുദ്ധനാണ്. ആൻഡുവിൻ്റെ വിശുദ്ധി എവിടം വരെ ഉണ്ടാവും? എൻ്റെ കണ്ണിൽ കാണുന്നതല്ലേ ഉള്ളൂ. ഇവൻ എല്ലാ സമയത്തും എൻ്റെ മുമ്പിലില്ല. ആൻഡു ദൈവം നോക്കണം ആൻഡു വിശുദ്ധനാണോ അല്ലയോ എന്ന് പറയാനായിട്ട്. എനിക്ക് നോക്കുമ്പോൾ ആൻഡു കൊള്ളാം, നല്ല ആളാണ്. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര വിശുദ്ധനാണ് അല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എന്നെപ്പോലെ അശുദ്ധനായി നിങ്ങളിൽ ആരും പോലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നലാണ് ഞാൻ വിശുദ്ധനാണെന്നൊരു ചിന്തയൊക്കെ ചിലപ്പോൾ ബ്രദർ എന്തായാലും എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? ദൈവത്തിനെ അറിയത്തുള്ളൂ ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ വചനം പറയുകയാണ്, അവൻ ഇതെല്ലാം നൽകിയത്, ഓരോരുത്തർക്കും ഓരോ വരം നൽകിയത്, ഓരോരുത്തരും ഓരോ രീതിയിൽ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടി? ഇത് വിശുദ്ധരെ പരിപൂർണമാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും. 3 പ്രധാനപ്പെട്ട മേഖലകളാണ്. ഒന്ന്, ഇവൻ വിശുദ്ധരെ പരിപൂർണരാക്കുക. അപ്പോൾ ആരും പരിപൂർണരല്ല. പരിപൂർണരായ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണ്? സ്വർഗസ്ഥനായ പിതാവ് മാത്രമാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് പരിപൂർണരായിരിക്കുന്നത് നിങ്ങളും പരിപൂർണ. ക്രിസ്തുവാണ് പരിപൂർണനായൊരു വ്യക്തി. ദൈവമാണ് പരിപൂർണനായി ഒരു വ്യക്തിയുള്ളൂ. അപ്പോൾ ദൈവം എന്നെ തെരഞ്ഞെടുത്തു ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഒരു സുവിശേഷം പറയാൻ. വലിയ കാര്യമൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മുമ്പിൽ കണ്ട ഒരാളോട് യേശു ആണ് ദൈവം എന്ന ഒറ്റ വാക്കേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പില്ലാതെ പറ്റുമോ? ദൈവം ആഗ്രഹിക്കാതെ പറ്റുമോ? ഇല്ല. അപ്പോൾ ദൈവം എന്നെ തെരഞ്ഞെടുത്ത്, ദൈവം എന്നെ വിളിച്ച് എൻ്റെ അധരത്തിലൂടെ ഒരു വാക്ക് പറയാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. ആ തെരഞ്ഞെടുപ്പാകട്ടെ എന്തിനു വേണ്ടിയിട്ടാണ്? അത് അപ്പോസ്തലൻ പറയുന്നത്, അത് വിശുദ്ധരെ പരിപൂർണരാക്കാൻ. അപ്പോൾ വിശുദ്ധർ പരിപൂർണരല്ല, വിശുദ്ധർ പിന്നെയും പരിപൂർണരാകേണ്ടിയിരിക്കുന്നു എന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പോൾ വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും. എന്താണ് ശുശ്രൂഷയുടെ ജോലി? പല കാര്യങ്ങളുണ്ടാകാം. അത് ചിലപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ ഇടയിൽ ഒരു കിച്ചണിൽ ചെയ്യുന്ന ശുശ്രൂഷയായിരിക്കാം, ഒരു പ്രേക്ഷിതം ചെയ്യുന്ന ശുശ്രൂഷയായിരിക്കാം, അതല്ല കർത്താവിൻ്റെ വേല ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ശുശ്രൂഷയായിരിക്കാം. എന്ത് തന്നെ ആയാലും അത് ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ, എന്താ ക്രിസ്തുവിൻ്റെ ശരീരം? സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുന്നതിന്. നമ്മൾ വിചാരിക്കും അത് ഏതെങ്കിലും ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ ആയിരിക്കും ഈ സഭ എന്ന് ഒരു തെറ്റിദ്ധാരണ നമുക്ക് പെട്ടെന്ന് വന്നേക്കാം. ഒന്നുമല്ല. നമുക്കറിയാം, അത് പല പ്രസംഗങ്ങളോടെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ കത്തോലിക്കയാകാം, യാക്കോബാകയാകാം, ഓർത്തഡോക്സ് ആകാം, വാട്ടവർ എന്താണ് എന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ഡിനോമിനേഷൻ അല്ല ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത്. യേശു അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സഭ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. ഇന്ന് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ നോക്കിയിട്ട്
നീ ക്രിസ്തുവിൻ്റെ ശരീരമാണോ എന്ന് നമുക്ക് ചോദിച്ചാൽ അവന് പോലും അറിയില്ല അവൻ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന്. അത് ആർക്കറിയാവുന്നേ? ദൈവത്തിനെ അറിയത്തുള്ളൂ. അനുദിനം അവൻ തൻ്റെ സഭയോട് ചേർത്തു എന്ന് പറയുന്നത് ദൈവമാണ് തൻ്റെ സഭയോട് ചേർത്തത്. ദൈവത്തിനെ അറിയൂ തൻ്റെ സഭയിലെ അംഗങ്ങൾ ആരാണെന്ന്. അപ്പോൾ ആ സഭയെ പടുത്തുയർത്തുക, സഭയെ പണിയുക, ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ ഓരോരുത്തരെയും വിളിച്ചു ചേർത്തത്. വീണ്ടും അതിൻ്റെ 13-ാം വാക്യം കൂടി വായിക്കാം. 13 മുതൽ 15 വരെ നമ്മൾ വായിക്കണം. 13 വായിച്ചോ. വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യനാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. അതായത് ഒരു പ്രോസസ്സാണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1 to 1 ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു റെവലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബോധ്യം നമ്മളിലേക്ക് എത്തുന്നത് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ടാണ് ഇവിടെ കാണുന്നത്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം ഒരു 100 സ്റ്റെപ്പുള്ള ഒരു ഒരു വലിയ മലയിലേക്ക് നമ്മൾ കയറുക. നമ്മൾ 1-ാമത്തെ സ്റ്റെപ്പിലെത്തിയിട്ട് മലയുടെ മുകളിലെത്തി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, സ്റ്റെപ്പ് കയറി തുടങ്ങുന്നേ ഉള്ളൂ. ഇത് 1 by 1 ആയിട്ട് ഇങ്ങനെ കയറി മുകളിലേക്ക് എത്തുന്നത് വരെ, മുകളിൽ എത്തിച്ചെല്ലുമ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ ഞാൻ മലയുടെ മുകളിലാണ്, എനിക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് പറയുന്ന പോലെ ഈ 3 കാര്യങ്ങൾ, ഒന്ന് വിശ്വാസത്തിൻ്റെ ഐക്യം, അതിൻ്റെ 1-ാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുവൻ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസത്തിൻ്റെ ഐക്യമാണ്. 2, ദൈവപുത്രനെ കുറിച്ചുള്ള ജ്ഞാനം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പൂർണ്ണ ജ്ഞാനമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഗുരുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൃത്യമായി പറയാൻ കഴിയുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അതായത് ഒരാൾ നമ്മളെ ഫോൺ ചെയ്യാം, ഒരു വ്യക്തി നമ്മളെ ഫോൺ ചെയ്യാം, ഫോൺ ചെയ്തിട്ട് എന്നോട് പലരും വിളിച്ചിട്ട് ബ്രദറെ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ്. അപ്പം ഞാൻ പറയും എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അവർ പറയും അല്ല ബ്രദർ പല കാര്യങ്ങളും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു 0 ആണ് നമുക്കെല്ലാം അറിയില്ല. ഇപ്പോഴും പല കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ബോധ്യവുമില്ല. എന്നോട് പലരും ചോദിക്കുന്നുണ്ട് പല പഴയ നിയമത്തിലെ പല കാര്യങ്ങളും, അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ പല വിഷയങ്ങളും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ബ്രദറെ, ഞാൻ ഇന്ന് വരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, ബൈബിളിൽ ഞാനത് വായിച്ചിട്ടുണ്ട്, പലപ്പോഴും ആലോചിച്ച് നോക്കി, അതിനെക്കുറിച്ച് പരിശോധിച്ച് നോക്കി, എനിക്ക് യാതൊരുവിധ ബോധ്യം കിട്ടിയിട്ടില്ല. ഇന്ന് വരെ അത് എന്താണ് ആ വാക്ക് എഴുതി വച്ചിരിക്കുന്നത് എന്ന് എനിക്കൊരു ഐഡിയയും കിട്ടാത്ത കാര്യമാണ്. അതുകൊണ്ട് എനിക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് വ്യക്തമായി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത കാര്യത്തിന് നമ്മൾ വളഞ്ഞു പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ചിലപ്പോൾ സത്യപ്രബോധനമാകണമെന്ന് നിർബന്ധമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ക്രിസ്തു ദൈവത്തെക്കുറിച്ച് ഏത് ഉറക്കത്തിലും ഏത് ഊണിലും നമ്മളോട് ചോദിച്ചാൽ, എപ്പോൾ ചോദിച്ചാലും ഞൊടിയിടയിൽ ഉത്തരം പറയാൻ കഴിയുന്ന ഒരു ജ്ഞാനം, ഒരു വിസ്ഡം നമ്മളിലുണ്ടാകണം. അതാണ് ക്രിസ്തുവിൻ്റെ. ഇപ്പോൾ എൻ്റെ അപ്പനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സ്വന്തം അപ്പൻ, എൻ്റെ ഫിസിക്കൽ ഫാദർ, എൻ്റെ അപ്പനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായ ഒരു വ്യക്തി ചോദിച്ചാൽ ചോദ്യത്തിന് കൊടുക്കാൻ പറ്റുന്ന ഉത്തരങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അല്ലേ? എൻ്റെ അപ്പൻ എവിടെയായിരുന്നു, അദ്ദേഹം ചെറുപ്പത്തിൽ എവിടെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, പേരെന്താണ്, അപ്പൻ്റെ പേരെന്താണ്, വീട്ടുപേരെന്താണ്, എന്തൊക്കെ ജോലി അറിയാം, എന്തായിരുന്നു ആളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം കൊടുക്കാൻ എനിക്ക് പറ്റും സ്വാഭാവികമായും. എൻ്റെ പിതാവായ എൻ്റെ ദൈവം, എൻ്റെ ക്രിസ്തു, അവനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഉത്തരം കൊടുക്കാൻ ഇന്ന് കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ വചനം പറഞ്ഞ കാര്യമാണ്, ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ആരാണ് പരിപൂർണൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, ഞാനും പറഞ്ഞു, പിതാവാണ് പരിപൂർണൻ. ഇവിടെ ക്രിസ്തുവാണ് പരിപൂർണൻ എന്ന് ആര് പറഞ്ഞു? അപ്പസ്തോലൻ പറഞ്ഞു. അപ്പോൾ ചിലർക്ക് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഒരു ഡൗട്ട് ഉണ്ടാകും, പിതാവ് മാത്രമാണ് പരിപൂർണനെങ്കിൽ ദൈവം പരിപൂർണനല്ലേ, യേശു പരിപൂർണനല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടോ? അതുകൊണ്ട് ഞാൻ ആ വചനം ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തത്, ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, ഇത് നടന്നുകൊണ്ടേയിരിക്കും ഓരോ ദിവസവും. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആരാധിച്ച് അന്ന് ഉണ്ടായ ഒരു ബോധ്യമല്ല ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഏതോ കാര്യത്തിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് അളവ് കിട്ടിയിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് എന്തൊക്കെയോ പുതിയതായി ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, പുതിയൊരു അറിവ് കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ നോക്കിയാലും നമ്മൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക്
നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മളെ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4:14 നമുക്കൊന്ന് വായിക്കാം. നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. 15 വായിച്ചു. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഇവിടെ അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം 15-ാം വാക്യത്തിൽ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട്, അതായത് നിങ്ങളുടെ മുൻപിൽ പല കാര്യങ്ങൾ വരും, പല മേഖലകൾ വരും. നീ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു, യേശുവിനെ അറിഞ്ഞു, യേശുവിനെ സ്വീകരിച്ചു, യേശുവിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ മുൻപിലുള്ള ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ്. വേറൊരു ലക്ഷ്യമില്ല. ക്രിസ്തുവാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എൻ്റെ മുൻപിൽ വരുന്ന ഏത് പ്രതിബിംബവും ഏത് പ്രതികൂലങ്ങളെയും എനിക്ക് മാറ്റാൻ പറ്റും. കാരണം ഞാൻ ക്രിസ്തുവിനെ നോക്കിയിട്ടാണ് ഓടുന്നത്. പക്ഷെ ഞാൻ മനുഷ്യനെ നോക്കിയിട്ടാണ് ഓടുന്നതെങ്കിൽ പലതും എനിക്ക് പ്രതിസന്ധിയാണ്, പലതും എനിക്ക് പ്രതികൂലമാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു സഹോദരൻ വിളിച്ചു. ഞാൻ ആ സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ബ്രദറെ കത്തോലിക്ക സഭ 100% തെറ്റാണ്. ഞാൻ പറഞ്ഞു അല്ല, 100% തെറ്റല്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞു അല്ല, 100% തെറ്റാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്? എനിക്ക് പേഴ്സണലി അനുഭവമുള്ളത് എല്ലാം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ബ്രദറെ, ഒരു വ്യക്തിയെ നോക്കിയിട്ട് നിങ്ങൾ സഭയെ വിലയിരുത്താൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ ശരിയാവും. ഒരു വ്യക്തിയെ നോക്കി എൻ്റെ ഇടവകയിൽ വന്ന അച്ഛൻ കൊള്ളത്തില്ല, അതുകൊണ്ട് സഭ കൊള്ളത്തില്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ മോശമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഒരു സഭയെ ആ രീതിയിൽ നമുക്ക് കാണാൻ ഒരിക്കലും കഴിയത്തില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം അതാണ്, ക്രിസ്തുവിനെ നോക്കിയിട്ടല്ല ആരും ക്രിസ്ത്യാനിറ്റിയെ വിലയിരുത്തുന്നത്. പലപ്പോഴും ക്രിസ്ത്യാനിറ്റി ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ പ്രതികൂലം അത് തന്നെയാണ്. ഹിറ്റ്ലർ ചെയ്ത പാപം പോലും ക്രിസ്ത്യാനിറ്റിയുടെ തലയിൽ വയ്ക്കുന്നവരാണ് പല ആളുകളും. അതായത് ഹിറ്റ്ലർ ലോകം മുഴുവൻ നടന്ന് തിന്മകൾ ചെയ്ത്, അല്ലെങ്കിൽ ആ ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത്, അതിൻ്റെ പ്രവൃത്തി പോലും അതൊരു ക്രിസ്തീയ രാജ്യമായിരുന്നു എന്നതിനെ പ്രതി അതുപോലും ക്രിസ്ത്യാനികളുടെ തലയിൽ കെട്ടിവെക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ചരിത്രത്തിൽ പലപ്പോഴും കാണുന്നത്. ഈ ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. കാരണം നമ്മൾ ക്രിസ്തുവിനെ നോക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് യാതൊന്നും പ്രതിബിംബമല്ല. അതാണ് 15-ാം വാക്യം പറയുന്നത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. കർത്താവിനൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? യേശു ക്രിസ്തുവിന് നമ്മെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരെയും കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? സ്റ്റേജിലിരിക്കുന്ന ആൻഡ്രു ബ്രദർ ആദ്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നത്. ശിരസായ ക്രിസ്തുവിനോടൊപ്പം എത്തുക. ആ വചനം വായിച്ചുകൊണ്ട് പറയാം, ശിരസായ ക്രിസ്തുവിനോടൊപ്പം എത്തുക. സത്യം ശരി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? എൻ്റെ മകൻ ഞാൻ ചെയ്ത പ്രവർത്തികൾ ചെയ്യുമ്പോഴാണോ ഞാൻ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത്? വലിയ കാര്യങ്ങൾ, അല്ലേ? ഞാനൊരു ചായക്കടക്കാരനാണ്, എൻ്റെ മകൻ നാളെ ഈ ചായ അടിച്ചുകൊണ്ട് നടക്കുകയാണെന്നെങ്കിൽ അതിൽ ഞാൻ അഭിമാനിക്കുമോ? അതിലായിരിക്കില്ല. ഞാൻ ചായക്കട മോശമാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൻ ചായക്കടയിൽ നിന്ന് അതേ ചായ അടിച്ച് അവൻ കുറച്ച് കാലം കഴിയുമ്പോൾ പഠിച്ച് ഒരു IAS കാരനായി അല്ലെങ്കിൽ ഒരു IPS കാരനായൊക്കെ റാങ്കോട് കൂടെ തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസം എൻ്റെ ചായയടിക്ക് ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കും. കാരണം IAS കാരൻ്റെ അപ്പൻ എന്ന രീതിയിലായിരിക്കും എൻ്റെ ചായ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ ആ താഴെയുള്ള ആ ചായയിൽ ഇങ്ങനെ എഴുതി കാണിക്കും IAS IPS എന്നൊക്കെ എഴുതി കാണിക്കുന്ന രീതിയിലായിരിക്കും ആ ചായ വന്ന് വീഴുന്നത്. കുറച്ചുകൂടി പവർഫുള്ളായിരിക്കും. അധികാരത്തോടുകൂടി തോളത്തുള്ള നക്ഷത്രങ്ങളുടെ പവറോടുകൂടി ആയിരിക്കും. സാധാ ചായയും ചായപ്പൊടിയും പാലൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതിനൊരു വെയിറ്റ് ഉണ്ടാവും. കാരണം എന്താ? എൻ്റെ മകനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. ഏതൊരു അപ്പനും ഉണ്ടാകുന്നൊരു അഭിമാനം അത് തന്നെയാണ്. തൻ്റെ മകൻ എന്നേക്കാൾ വലിയവനാകണം, എന്നേക്കാൾ ഉയർന്നവനാകണം, എന്നേക്കാൾ വലിയ പദവിയിൽ അവൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഇതാ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തയെക്കുറിച്ച് അപ്പസ്തോലൻ എഴുതിയിരിക്കുന്നതാണ്. എഫേസ്യ ലേഖനം 4:15. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശിരസോളം നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സാധാരണഗതിയിൽ നമ്മളുടെയൊക്കെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അവൻ വളരണം, പക്ഷേ എന്നേക്കാൾ മുകളിൽ കയറിയിട്ട് നീ ഒരു നില പണിതെങ്കിൽ ഞാൻ 2 നില പണിയും, നീ 2 നില പണിയെങ്കിൽ ഞാൻ അണ്ടർഗ്രൗണ്ട് ഒരെണ്ണം കൂടി പണിതിട്ട് നിന്നേക്കാൾ വലുത് ഞാൻ പണിയും. ഇന്നിപ്പോൾ കേരളത്തിലെ ഇതൊരു വലിയ മത്സരം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വീട് ഇതാ പണിതിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പിറ്റേ ദിവസം ഫ്ലാഷ് ന്യൂസും പരസ്യവും ആ വീടിൻ്റെ ഇൻറ്റീരിയലും എക്സ്റ്റീരിയലും ഇതൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിന് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 6 മാസം കഴിയുമ്പോൾ അപ്പുറത്ത് വേറൊരുത്തൻ ഇതിലും വലിയൊരു കൊട്ടാരം പണിയും. അപ്പോൾ അതാവും വലിയ വീട്. ഇങ്ങനെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു ലിമിറ്റും ഇല്ല.
അവൻ്റെ ആഗ്രഹങ്ങൾക്കും അവൻ്റെ ഇഷ്ടത്തിനും യാതൊരു ലിമിറ്റും ഇല്ല. ഇതിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കർത്താവ് പറയുക, എൻ്റെ ആഗ്രഹം എൻ്റെ ശിരസോളം വളർന്ന് എന്നെപ്പോലെ ഒരുവനായി, അല്ലെങ്കിൽ പക്വതയാർന്ന പൂർണ്ണനായ പരിപൂർണനായ ഓരോ മക്കളെയും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് ഒരു സാധാ ക്രിസ്ത്യാനിയായി ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോയി വല്ലപ്പോഴും ഒരിക്കൽ ബൈബിൾ വായിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പാപം ഏറ്റു പറഞ്ഞ് ഇങ്ങനെ പോകുന്നൊരു ക്രിസ്ത്യാനിയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ പരിപൂർണനാകുന്നതാണ്. അതാ ദൈവവചനം പറയുന്നത്, ക്രിസ്തുവിനെ പോലെ പരിപൂർണനായി എന്നെ മാറ്റുക എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പറ്റുമോ നമുക്ക്? ഞാൻ തുടക്കം ചോദിച്ചു, ക്രിസ്തുവിനെ പോലെ ആകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നടക്കുമോ നടക്കാതിരിക്കുകയോ അത് പ്രശ്നമല്ല, പക്ഷേ എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. ഇപ്പോൾ ആഗ്രഹമൊക്കെ പോയിന്ന് തോന്നുന്നു. എല്ലാവരുടെയും ആഗ്രഹമൊക്കെ മടക്കി 3 മടക്കി പോക്കറ്റിൽ വെച്ച്, കർത്താവിനെ പോലെ ഒന്നും നടക്കത്തില്ല എന്നൊരു ചിന്ത. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കർത്താവ് പഠിപ്പിച്ചത്? കർത്താവ് എന്തുകൊണ്ടാണ് ആ ആഗ്രഹം പ്രകടിപ്പിച്ചത്? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വിളിയില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുമോ? യേശു പോലും പിതാവിനെ എൻ്റെ പിതാവ് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് അവനെ കല്ലെറിയാൻ കൊല്ലാൻ ശ്രമിച്ചവരാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന യഹൂദർ. അപ്പോൾ ആ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. എന്താ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. സാധാരണഗതിയിൽ നമ്മളെ പിതാവേ എന്ന് വിളിക്കുന്നത് നമ്മളെ മക്കളാണ്, അല്ലേ? ദൈവത്തിൻ്റെ മക്കളായി അവൻ നമ്മെ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ക്രിസ്തു നമ്മളെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്. അല്ലേ വിളിക്കാൻ പഠിപ്പിക്കുമോ? അങ്ങനെ ഇല്ല. യേശു പരസ്യ ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, നിങ്ങൾ പിതാവിനെ സ്വർഗസ്ഥനായ പിതാവേ, അബ്ബാ പിതാവേ, ദൈവത്തെ അങ്ങനെ വിളിക്കാൻ നിങ്ങൾ തയ്യാറാകണം, നിങ്ങളുടെ അധരം തുറക്കണം അതിനു വേണ്ടി. അങ്ങനെ യേശു പഠിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യേശുവിനറിയാം നമ്മളെ മക്കളായി അവൻ സ്വീകരിക്കും. മക്കളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ചായക്കടക്കാരൻ്റെ ഉദാഹരണം ഒന്ന് വെറുതെ എടുത്തു വെച്ചോ. മക്കളാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് യേശു ചെയ്തതിലും അധികം കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. യേശു മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ ഞങ്ങൾ പോയി മരിച്ചവരെ കുഴിച്ചിടും. യേശു മരിച്ചവരെ ഉയർപ്പിച്ചുവെങ്കിൽ നീ യേശുവിൻ്റെ ശിരസോളം വളർന്നാൽ നിനക്കും മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കും, ബ്രദർ ഉറപ്പിക്കുമോ? ബ്രദറിന് പറ്റുമോ? എനിക്ക് പറ്റുമോ എന്നായിരിക്കും അടുത്ത ചോദ്യം വരുന്നത്. നിങ്ങളാരും ചോദിച്ചില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ വരും, യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചേട്ടനുണ്ട്, സെബാസ്റ്റ്യൻ കുന്നത്ത്. എന്തായാലും വീഡിയോ എല്ലാം കാണുന്നുണ്ടെന്നുള്ളൊരു സന്തോഷമുണ്ട് അദ്ദേഹം. പുള്ളി ഇപ്പോൾ തന്നെ ചോദിക്കും, മിക്കവാറും പുള്ളി ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതായിരിക്കും, ഡെസ്റ്റിൻ ഉയർപ്പിച്ചോ ആരെങ്കിലും എന്നായിരിക്കും പുള്ളി ആദ്യം ചോദിക്കാൻ വരുന്നത്. യേശു ആഗ്രഹിക്കുന്ന കാര്യം അതാ. എന്താണോ കർത്താവ് പരസ്യ ജീവിതത്തിൽ ചെയ്തത് അതിലും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മളെ നയിക്കും. നമ്മൾ ചെയ്തതിലും അധിക കാര്യം, യേശു ചെയ്തതിലും അധിക കാര്യം കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് തന്നെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, അത് നമ്മളിലൂടെ നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതം അത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കർത്താവ് ചെയ്തതുപോലെ അല്ലെങ്കിൽ കർത്താവ് ചെയ്തതിലും അധികം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ വരുന്നൊരു കാര്യമുണ്ട്. അതാണ് ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 31-ാം വാക്യം. അതൊന്ന് വായിച്ചാൽ, പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? പച്ചത്തടിയോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഉണങ്ങിയതിനോട് എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും? എന്താണ് പച്ചത്തടി? എന്താണ് ആ പച്ചത്തടിയോട് ചെയ്തത്? ഇതെന്താ പശ്ചാത്തലം എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തായാലും യേശുവിൻ്റെ കാൽവരി ക്രൂശിലേക്ക് അടുക്കുകയാണ്. കുരിശും ചുമന്നുകൊണ്ട് നടക്കുമ്പോഴാണ് കർത്താവ് ഈ വാക്യം പറയുന്നത്, അല്ലേ? ജെറുസലേം സ്ത്രീകൾ അവന് വേണ്ടി വിലപിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് തിരിച്ചു പറയുന്ന കാര്യമാണ്, പച്ചത്തടിയോട്, കർത്താവായ ഇതിൻ്റെ ഉടമസ്ഥനായ എന്നോട് ഇവരിങ്ങനെയാണ് ചെയ്തതെങ്കിൽ നിങ്ങളോട് എന്തായിരിക്കും ചെയ്യാൻ പോവുക? ഇതിന് സഹിക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ നമ്മളോട് കർത്താവ് പറയുക, നീ അതിന് അത് ഏറ്റെടുക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ, ചില സഹനങ്ങൾ ക്രിസ്തുവിനെ പ്രതി നീ പറയാത്തത് പറഞ്ഞുവെന്നും നീ ചെയ്യാത്തത് ചെയ്തുവെന്നും യേശു ക്രിസ്തുവിനെ പ്രതി നീ സഹിക്കുകയാണെങ്കിൽ, സുവിശേഷത്തെ പ്രതി നീ സഹിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ വചനത്തെ പ്രതി നീ അപ്പസ്തോലന്മാർ അതല്ലേ ചെയ്തത്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചു, പിറ്റേ ദിവസം വിചാരണയാണ്. നീ എന്താ ചെയ്ത്? അപ്പസ്തോലന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ തള്ളിക്കളഞ്ഞ് ആ ക്രിസ്തു മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, അവൻ്റെ നാമത്തെ പ്രതിയാണ് ഞങ്ങളിപ്പോൾ വിചാരണ ചെയ്യപ്പെടുന്നത്, അവൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചത് എന്ന് വ്യക്തമായ അപ്പസ്തോലൻ പറയുകയാണ്.
അപ്പൊ യേശുവിൻ്റെ നാമത്തിൽ തന്നെ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും വന്നപ്പോൾ തന്നെ അവിടെ അവന്മാർക്ക് പ്രശ്നമായി തുടങ്ങി, പ്രതിസന്ധിയായി തുടങ്ങി. അവർ വെറുതെ വിട്ടോ? വെറുതെ വിടത്തില്ല. യേശു ക്രിസ്തുവിനെ ഒരുവൻ പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ, യേശുവിനെ സത്യദൈവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ സമൂഹം നമുക്കെതിരാകും, ചുറ്റുപാട് നമുക്കെതിരാകും. യാതൊരു വിധത്തിലും അവനെ വെറുതെ വിടാൻ ലോകം തയ്യാറല്ല. അതാ കർത്താവ് പറഞ്ഞേ, പച്ചത്തടിയോട് ഇത് ചെയ്തെങ്കിൽ ഉണക്ക കമ്പിനോട്, അതായത് ഇപ്പോൾ ഒടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഉണക്ക കമ്പിനോട് ഇതിലും വലുത് ചെയ്യും. അപ്പം സഹിക്കാൻ അല്ലെങ്കിൽ താങ്ങാൻ കഴിവുണ്ടെങ്കിൽ നീ ആഗ്രഹിച്ചോ, കർത്താവ് നിന്നെപ്പോലെ അത്ഭുതം ചെയ്യാനുള്ളൊരു കൃപ, നിന്നെപ്പോലെ വലിയ അത്ഭുതങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാനുള്ളൊരു കൃപ എൻ്റെ മേൽ പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗസ്ഥനായ എന്ന പിതാവേ എന്ന് വിളിക്കാൻ യേശു പഠിപ്പിച്ചപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ആഗ്രഹമുണ്ട്. ദൈവം നമ്മളെ മക്കളായി സ്വീകരിക്കും. ദൈവം എന്നെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും തൻ്റെ മകനായി, തൻ്റെ മകളായി ദൈവം സ്വീകരിക്കും. പക്ഷേ അതുപോലെ തന്നെ ഒരു ആഗ്രഹമുണ്ട്, നിന്നെ മകനും മകളുമായി സ്വീകരിക്കുന്നത് നീ വിചാരിക്കരുത് വെറുതെ പാൻറ്റും സൂട്ടും കോട്ടൊക്കെ ഇട്ട് അയർലൻഡിലും UK-യിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ പോയി സുഖിച്ച് ആപ്പിളും പ്ലമ്മും പഴവും നിന്ന് മാത്രം ജീവിക്കാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ വിളിച്ചത് എന്ന് നീ വിചാരിക്കരുത്. ഇന്ന് പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിനും സുഖത്തിനും മാത്രമുള്ളതാണ്, മറ്റൊന്നിനും വേണ്ടതല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കാലത്തൊടുങ്ങി ആവശ്യത്തിനധികം എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ചോദിക്കുന്നു കിട്ടുന്നു. ഓക്കെ, ഇന്ന കാര്യം നമ്മൾ മാതാവിനോട് ചോദിച്ചു കിട്ടിയില്ല, എന്നാൽ പിന്നെ ഔസേപിതാവിനോട് ചോദിച്ചേക്കാം, അപ്പോൾ ഔസേപിതാവ് തന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കാര്യം, എന്നാൽ പിന്നെ യൂദാസ്ലീഹ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, യൂദാസ്ലിയോട് ചോദിച്ചു നോക്കാം, അപ്പോൾ യൂദാസ്ലിയെ കുറച്ച് തന്നു. ഇങ്ങനെ ഓരോ മധ്യസ്ഥരുടെ കയ്യിൽ നിന്നും ഓരോ വിശുദ്ധരുടെ കയ്യിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് തൂമ്പയെ പോലെ ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന പലരും ഉണ്ട്. അതാണോ ക്രിസ്തീയ ജീവിതം? ക്രിസ്തു ആഗ്രഹിക്കുന്ന ജീവിതം അതാണോ? യേശു പറഞ്ഞ് അവൻ്റെ ശിരസോളം വളർത്താൻ ആഗ്രഹിക്കുക. നീ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നീ മകനാണ്, നീ മകളാണ്. മകനും മകളുമാണെങ്കിൽ അവനേക്കാൾ വലിയവനാണ് ആകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോഴും ചായക്കടേനേക്കാളും താഴെയുള്ളത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചായക്കടക്കാരനാണ് മകനിപ്പോൾ ആഗ്രഹിക്കുന്നത് പാട്ട എങ്ങനെ ജീവിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. ചായക്കടക്കാരനേക്കാളും ഞാൻ ഒരു ജോലി മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ മാനസികമായ നിലയിൽ നമ്മളൊരു എല്ലാ ജോലിക്കും ഒരു മാനദണ്ഡം നമ്മൾ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ പാട്ടമറക്കലുകാരന് മോശമാണെന്നൊന്നുമല്ല, ചിലപ്പോൾ നാളെ നമ്മളത് ചെയ്യേണ്ടി വരും. ഞാൻ ആ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അപ്പൻ ചായക്കടക്കാരനാണെങ്കിൽ മകൻ അതിനേക്കാൾ താഴെയുള്ള ജോലിയാണ് നോക്കുന്നത്. ഇപ്പം യേശു ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി എൻ്റെ കരങ്ങളിലൂടെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല. അപ്പൻ്റെ മകനാണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അപ്പൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരെണ്ണം കാണിക്കണ്ടേ? ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മൾ കാണിക്കണ്ടേ? ഏതെങ്കിലും ഒരു ക്വാളിറ്റി നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വിളിക്കാൻ എന്താ അവകാശമുള്ളത്? ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ വല്ല അവകാശമുണ്ടോ? യാതൊരുവിധ അവകാശവും ഇല്ല. നമുക്ക് കർത്താവിനെ വെറുതെ പറയുക നമ്മൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ പ്രാർത്ഥന ഒരു ചടങ്ങ് കഴിക്കുന്ന പോലെ നമ്മളങ്ങനെ കഴിച്ചു പോകുന്നു. പലർക്കും ഇത് സ്പീഡിൽ ചൊല്ലിയില്ലെങ്കിൽ കിട്ടില്ല. അതായത് പിടിച്ച് ചെല്ലുകയാണെങ്കിൽ പലർക്കും തെറ്റിപ്പോവും. കാരണം ഇത് അർത്ഥം എന്ന് പറഞ്ഞ് ഇതിൻ്റെ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി ഇത് ഹൃദയത്തിൽ ഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വളരെ വളരെ ചുരുക്കം പേരുണ്ടാവത്തുള്ളൂ. ദൈവം നമുക്ക് നൽകിയൊരു സ്വാതന്ത്ര്യമാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ. അങ്ങനെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം നൽകിയ സ്വാതന്ത്ര്യം നമ്മളെ മക്കളായി പരിഗണിച്ചതുകൊണ്ടാണ്. അപ്പം മകനാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം കാണിച്ചേ മതിയാകൂ. എല്ലാം ഒന്നും ഒറ്റ ദിവസം കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ നേരത്തെ FS ലേഖനം വായിച്ചത്. പടിപടിയായി ഗ്രാജുവലായിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. ഓരോ ദിവസവും അവൻ ദൈവിക സ്വഭാവത്തിലേക്ക്, ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കണം. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യം വായിക്കാം. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാളും വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയുക, അതായത് ഒരു ശിഷ്യൻ അവൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, യജമാനനേക്കാളും വലിയവനല്ല ഭൃത്യൻ. പക്ഷേ ഒരു ശിഷ്യൻ ഗുരുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു ദൈവം. അവൻ ഗുരുവിൻ്റെ ഒപ്പം എത്തണം. എൻ്റെ ഗുരു ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ഒപ്പം എത്താൻ ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹം അതാ. നമുക്ക് എത്രത്തോളം ക്രിസ്തുവിൻ്റെ ശിരസോളം വളരാൻ പറ്റി എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി. യേശു ക്രിസ്തുവിൻ്റെ ശിരസിനോട് ചേർന്ന് നിൽക്കാൻ, അവൻ്റെ ശിരസിലേക്ക് വളർച്ച പ്രാപിക്കാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നു?
ഈ ആഗ്രഹം നമ്മിൽ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ തൂമ്പയെ പോലെ വാങ്ങിയെടുക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമാണ് നമുക്ക് ക്രിസ്തു. ആ ആഗ്രഹം മാത്രമാണ് നമുക്ക് വിശ്വാസം. ആ ആഗ്രഹം മാത്രമാണ് നമുക്ക് ദൈവം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ലൂക്കാ സുവിശേഷം 6:40 കൂടി വായിച്ചോ ബ്രദറെ. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. അതെ, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, പക്ഷേ അവൻ പഠിച്ച് പടിപടിയായി ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഓരോ ബോധ്യം എത്തിക്കഴിയുമ്പോൾ അവൻ എവിടം വരെയാകും? ഗുരുവിൻ്റെ ഒപ്പം, ഗുരുവിനെ പോലെ അവനെത്തും. ക്രിസ്തുവിനെ പോലെ നീ എത്തും. എങ്ങനെ? അപ്പസ്തോലൻ നേരത്തെ എഫേസ്യ ലേഖനം വായിച്ചു. അപ്പസ്തോലനാകാനോ പ്രബോധകനാകാനോ ഏതെങ്കിലും ഒരു വരം, ഏതെങ്കിലും ഒരു കൃപ നിന്നിലേക്ക് ദൈവം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നെ പരിപൂർണനാക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു എന്ന ഏക ഗുരുവിനെ പോലെ എത്തുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുക. ആ ആഗ്രഹം നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുക. കർത്താവേ, നീ ആഗ്രഹിച്ചോ, അതൊക്കെ കയ്യിലിരുന്നാൽ മതി, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കുന്നു. കർത്താവേ, നിൻ്റെ ഹിതത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നു. ദൈവപിതാവിൻ്റെ ഹിതത്തിന് ക്രിസ്തു പൂർണ്ണമായി വിധേയപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഈ മേഖല നമ്മളിലേക്ക് കടന്നു വരാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ ശിരസ് പോലെ ശിരസിലേക്ക് നമ്മളെ വളർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 11:23 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. ഓക്കെ, ക്രിസ്തുവിൻ്റെ ദാസൻ ആരാണ് എന്നുള്ള ഒരു ക്വാളിറ്റി, ഒരു മാനദണ്ഡം എന്താണെന്നുള്ളത് പറയാൻ പോവുക. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ല ഫോട്ടോഗ്രാഫറാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ താഴോട്ട് പറയുന്നത് എന്തുകൊണ്ട്, ഞാൻ നല്ല ഫോട്ടോഗ്രാഫറാണ് എന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയണ്ടേ, നിങ്ങളോട് പറയണ്ടേ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇവിടെയുള്ള മറ്റ് ഫോട്ടോഗ്രാഫർമാരെക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി എനിക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ അതിന് താഴെ ഞാൻ അതിൻ്റെ കാരണം നിരത്തി വെക്കണ്ടേ. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി നല്ലതാണ് ഞാനെന്ന് പറയാനുള്ള കാരണം? എനിക്കതിനെക്കുറിച്ച് ഇത്ര ഗ്രാഹ്യമുണ്ട്, ഞാൻ ഇന്ന പഠിച്ചിട്ടുണ്ട്, ഇന്ന ക്വാളിറ്റീസ് എനിക്കുണ്ട്, ഇത് ഞാൻ അതിൻ്റെ താഴെ വെക്കണ്ടേ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദാസൻ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു മാനദണ്ഡം ആര് വയ്ക്കുകയാണ്? പൗലോസ് അപ്പോസ്തലൻ വയ്ക്കുകയാണ്. അതാണ് ആ വചനം വായിക്കുന്നത്. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട, ഞാൻ പറയുന്ന അവരാരെങ്കിലും ആവട്ടെ, അവരെക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു. അതായത് ആരെയാണോ പൗലോസ് അപ്പോസ്തലൻ അവിടെ മാനദണ്ഡമാക്കുന്നത്, അവരെക്കാൾ മെച്ചപ്പെട്ടവനാണ് ഞാനെന്ന് പറയുവാൻ അപ്പോസ്തലൻ വെച്ച മാനദണ്ഡം വേറൊന്നുമില്ല. അവനേക്കാൾ കൂടുതൽ പീഡ ഞാൻ ഏറ്റു, അവനേക്കാൾ കൂടുതൽ കഷ്ടത ഞാൻ ഏറ്റു, അവനേക്കാൾ കൂടുതൽ പ്രതികൂലങ്ങൾ ഞാൻ സഹിച്ചു, അതുകൊണ്ട് ഞാൻ അവനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടവനാണ്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ വളരെയേറെ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറെ 40 അടി വീതം ഞാൻ കൊണ്ടു. 5 പ്രാവശ്യം. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു എത്ര പ്രാവശ്യം അടി കൊണ്ടു? 40 അടി, 40 കുറയാതെ, 1 കുറയാതെ 40 അടി യേശു എത്ര പ്രാവശ്യം കൊണ്ടു? ഒറ്റ പ്രാവശ്യമല്ലേ കൊണ്ടുള്ളൂ. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ ചാട്ടവാറ് കൊണ്ട് അടിച്ചത് ഒറ്റ പ്രാവശ്യമാണ്. പീഡകൾ വേറെ പലതും ഉണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രാവശ്യത്തെ 40 അടി മോശമൊന്നുമല്ല. കാരണം അതുപോലെയാണ് പീഡിപ്പിച്ചത്. നമ്മളത് കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം ആത്മാവിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വ്യക്തമായിട്ട്, ഉഴവുചാൽ പോലെ ഉഴുതു, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അത്രത്തോളം വികൃതമാക്കി. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയാം, ഞാൻ 5 പ്രാവശ്യം 1 കുറയാതെ 40 അടി വീതം ഞാൻ വാങ്ങി എന്ന് കൃത്യമായ അപ്പോസ്തലൻ പറയുകയാണ്. കാരണം ക്രിസ്തുവിൻ്റെ ശിരസോളം ഒരുവന് വളരണമെങ്കിൽ അതിൻ്റെ കൂടെ എന്തുണ്ട്? ചില പീഡനങ്ങളുണ്ട്, ചില കഷ്ടതകളുണ്ട്, ചില ദുരിതങ്ങളുണ്ട്, ചില ദുഃഖങ്ങളും വേദനകളും ഉണ്ട് അതിൻ്റെ കൂടെ. അതാ അപ്പോസ്തലൻ അവിടെ വ്യക്തമായിട്ട് ആ മാനദണ്ഡം പറയുന്നത്. ഉന്മത്തനെ പോലെ ഞാൻ പറയും, അവരെക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു, അവരെക്കാൾ കൂടുതൽ ഞാൻ കാരാഗ്രഹവാസം അനുഭവിച്ചു, അവരെക്കാൾ എണ്ണമറ്റ വിധം ഞാൻ പ്രഹരമേറ്റു, പലതവണ ഞാൻ മരണവക്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കയ്യിൽ നിന്നും
ഒന്നു കുറയാതെ 40 അടി വീതം ഞാൻ കണ്ടു. 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിരിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. എനിക്ക് എല്ലാ തരത്തിലും അപകടങ്ങളുണ്ടായി. അത് നദിയിൽ വെച്ച്, കൊള്ളക്കാരിൽ നിന്ന്, വിജാതിരിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന്, വിജന പ്രദേശത്ത്, കടലിൽ അപകടം, ഇങ്ങനെ പല രീതിയിൽ പ്രതികൂലങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുക, അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു ദാസനായി ഞാൻ എന്നെ കരുതുന്നത്. ഇതാണ് അപ്പോസ്തലൻ്റെ മാനദണ്ഡം. നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായൊരു മാനദണ്ഡം. ഒരു ത്രാസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് തൂക്കി നോക്കുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും അപ്പോസ്തലൻ തൻ്റെ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മാനദണ്ഡത്തെക്കുറിച്ച് പറയുമ്പോൾ ശുശ്രൂഷയിൽ തനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെയാണ് ഒരു ത്രാസിൽ വെച്ചിട്ട് അപ്പോസ്തലൻ പറയുന്നത് അവരെക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ദാസന്മാരാണെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ, നമ്മളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടുതൽ ശ്രേഷ്ഠമായ ദാസനാണെന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥനയിൽ വന്നിട്ട് എനിക്ക് ബെൻസ് കാറ് വാങ്ങാൻ പറ്റി, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ വന്നിട്ട് എനിക്ക് IELTS ലഭിച്ചു, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ വന്നിട്ട് ഞാൻ യൂറോപ്പിലേക്ക് പോയി, എൻ്റെ മാസശമ്പളം 1 ലക്ഷം രൂപയായിരുന്നു, അത് 5 ലക്ഷം രൂപയായി ദൈവം വർദ്ധിപ്പിച്ചു. അല്ല, ഇതല്ലേ നമ്മളെ മാനദണ്ഡം? ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ നടത്തുന്നു, ദൈവത്തിൻ്റെ ദാസനാണ്, കുറെ കൂടെ ശ്രേഷ്ഠനായ ദാസനാണ് എന്ന് നമ്മളെ തന്നെ ഇന്ന് നമ്മൾ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. ഒരുപാട് സാക്ഷ്യങ്ങളുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് അത് ദൈവത്തിൽ നിന്നല്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ദൈവം നിന്നെ അനുഗ്രഹിക്കത്തില്ല എന്നല്ല. പക്ഷേ ഇന്ന് ജനത്തിൻ്റെ മാനദണ്ഡം ഇതാ, ഒരുവൻ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠദാസനാണ്, അല്ലെങ്കിൽ ക്രിസ്തുവാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പലരും പരിശോധിക്കുന്നത് ഈ മാനദണ്ഡത്തിലാണ്. പൗലോസ് അപ്പോസ്തലൻ താരതമ്യം ചെയ്ത് നേരെ തിരിച്ചാ. ഞാൻ അവരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠനായ ദാസനാണെന്ന് പറയുവാൻ അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് തനിക്കേറ്റ പീഡകളും അപ്പോസ്തലൻ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടതകളും ദുരിതങ്ങളും ഈ പ്രതികൂലങ്ങളുമാണ് അപ്പോസ്തലൻ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ മറ്റൊരു കാര്യം അപ്പോസ്തലൻ മുന്നോട്ട് വയ്ക്കുന്നേയില്ല. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഈ ഒരു പ്രത്യേകതയിലേക്ക് അപ്പോസ്തലൻ വരുന്നത് ഒരു വലിയ ചേഞ്ചായിരുന്നു. അപ്പോസ്തലനിലേക്ക് ഒരു ആത്മാവ് കടന്നു വന്നു. ഒരു കാലത്ത് പൗലോസിനെ വിളിച്ച പേരെന്തായിരുന്നു? സാവൂൾ എന്നാണ്. പിന്നീട് പൗലോസിനെ സാവൂൾ എന്ന വിളിപ്പേര് ബൈബിളിൽ ഉപയോഗിക്കുന്നില്ല, പകരം പിന്നെ പൗലോസ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു വേരിയേഷൻ എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെയാണ് പൗലോസിനെ സാവൂൾ എന്ന് വിളിക്കുന്നത്, എവിടെയൊക്കെയാണ് പൗലോസിനെ പൗലോസ് എന്ന് വിളിക്കുന്നത്? ഈ വ്യത്യാസം എവിടെയെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവൃത്തിയിലാണ് തുടങ്ങുന്ന ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ലേഖനങ്ങളിൽ പല സ്ഥലത്തും തന്നെ വിശേഷിപ്പിക്കുകയും അപ്പസ്തോല പ്രവൃത്തിയിൽ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും തൻ്റെ പഴയ മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, സാവൂൾ എന്ന പേരായിരിക്കും. അതായത് ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ്, യേശുവിനെ അറിയുന്നതിന് മുൻപ്, യേശുവിനെ കേൾക്കുന്നതിനും സ്വീകരിക്കുന്നതിനും മുൻപുള്ള കാര്യം അപ്പസ്തോലൻ പറയുമ്പോൾ, ഇപ്പം നമ്മൾ നോക്കി അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായം തുടങ്ങി നമ്മൾ സാവൂളിനെ കാണുന്നുണ്ട്. വീണ്ടും അപ്പസ്തോല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ പോലും ഈ സാവൂൾ എന്ന പേര് പറയുമ്പോൾ അവിടെ പറയുന്നത് അപ്പസ്തോലൻ്റെ മാനസാന്തരത്തിന് മുൻപുള്ള സംഭവമായിരിക്കും. അപ്പസ്തോലൻ്റെ മാനസാന്തരത്തിന്, ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് എപ്പോഴൊക്കെ പറയുന്നോ അവിടെയെല്ലാം സാവൂൾ എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാനസാന്തരത്തിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയെല്ലാം പൗലോസ് എന്നാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ ലേഖകർ പോലും ഇങ്ങനെ ഒരു വെർഷൻ വെക്കുന്നത്? നമുക്കൊരു ജസ്റ്റ് ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതാം, ഇവിടെ സാവൂൾ എന്ന് എഴുതാം, ഇവിടെ നമുക്ക് പൗലോസ് എന്ന് എഴുതാം. നമ്മുടെ ഹൃദയത്തിൽ എഴുതിയാൽ മതി. സാവൂളിനെ സംബന്ധിച്ചിടത്തോളം സാവൂൾ ദൈവത്തെ വിളിക്കുന്നത് എങ്ങനെയായിരുന്നു? സാവൂൾ നല്ല തീഷ്ണതയുള്ളവനായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു, അല്ലേ? മോശക്കാരനൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ സ്വലം പറയുന്നുണ്ട്, എൻ്റെ കൂട്ടത്തിലുള്ള സഹോദരന്മാരെക്കാൾ കൂടുതലായി ദൈവിക കാര്യങ്ങളിൽ തീഷ്ണതയുള്ളവനായിരുന്നു ഞാൻ ഗമാലിയൻ്റെ കീഴിൽ വചനം പഠിച്ചവനാണ്. മറ്റുള്ള സഹോദരന്മാർ വെറുതെ സ്വറയം പറഞ്ഞിട്ട് അപ്പുറത്ത് നടക്കുമ്പോൾ ഞാൻ കൃത്യമായി സാബത്ത് ദിവസം ഞാൻ ഉപവസിക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യതയോടെ പാലിക്കുകയും ചെയ്തിരുന്നവനാണ് എന്ന് അപ്പോസ്തലൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ആ സാവൂള് ദൈവത്തെ വിളിക്കാതിരിക്കത്തില്ല, യാമപ്രാർത്ഥനകൾ നടത്താതിരിക്കത്തില്ല, ദൈവത്തെ ആരാധിക്കാതിരിക്കത്തില്ല. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചോ, സാവൂള് വിളിക്കുന്ന ദൈവം അഡോണായ് എന്നൊരു വാക്ക് മാത്രമാണ്. കാരണം പഴയ നിയമത്തിൽ യാഹ്വേ എന്ന നാമം വൃഥാ പ്രയോഗിക്കാൻ പോലും പാടില്ല. അപ്പോൾ ദൈവത്തെ യഹോവ എന്ന് വിളിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന,
യാഹ്വേ എന്ന നാമം പോലും വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരുവനാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്ന, ബൈബിൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. അപ്പോൾ പൗലോസ് വിളിക്കുന്നത് യാഹ്വേ എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ ആ യാഹ്വേ എന്ന നാമത്തിന് പകരം ഉപയോഗിക്കുന്ന കുരിയോസോ അഡോണായോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാക്ക് മാത്രമാണ് പൗലോസ് സാവൂൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത്. എന്നാൽ പൗലോസ് എന്താ വിളിച്ചു തുടങ്ങുന്നത്? പൗലോസിൻ്റെ ആദ്യത്തെ വിളി കുരിയോസ് എന്നാ. ഫസ്റ്റ് വിളി പ്രകാശം കണ്ടു കഴിയുമ്പോൾ ആദ്യത്തെ മാനസാന്തരത്തിൻ്റെ സമയത്ത് പൗലോസ് വിളിക്കുന്നത് അല്ലയോ കർത്താവേ നീ ആരാകുന്നു എന്നാ ചോദിക്കുന്നത്. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് എന്ന് ഉത്തരം കിട്ടിയതിന് ശേഷം പൗലോസ് കർത്താവ് പഠിപ്പിച്ചതുപോലെ വിളിക്കാൻ തുടങ്ങി. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ തുടങ്ങി. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ അവിടെ മുതൽ പിതാവിൻ്റെ മകനായി ദൈവം പൗലോസിനെ മാറ്റി. അവിടെ മുതൽ പൗലോസിന് പിന്നെ കഷ്ടതകളും പീഡകളും ദുരിതങ്ങളും. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്ക് എന്നെ അകറ്റാൻ സാധിക്കും? കഷ്ടതയോ ദുരിതമോ വാളോ എന്ത് തന്നെ വന്നാലും ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകലത്തില്ല എന്ന് പറയുന്ന പൗലോസിനെ നമുക്ക് കാണാം. അതേ പൗലോസ് തന്നെ തൻ്റെ കഷ്ടതകളെക്കുറിച്ച്, തുടരെയുള്ള പീഡനങ്ങളെക്കുറിച്ച്, പ്രതികൂലങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതും ഒരു മാനദണ്ഡമായി അപ്പസ്തോലൻ കരുതുകയാണ്. യാതൊരു വിധത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പസ്തോലൻ അതൊരു മാനദണ്ഡമായി തന്നെ കരുതി അതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുക. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പൗലോസ് എന്ന വ്യക്തി, സാവൂൾ എന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു അടിമയെ പോലെയാണ്, ദൈവത്തിൻ്റെ ഒരു അടിമയെ പോലെയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ സാവൂൾ എന്ന വ്യക്തി ദൈവത്തിൻ്റെ മകനായി തന്നെയാണ് നിൽക്കുന്നത്. പഴയ നിയമത്തിൽ അടിമയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവൻ അടിമയല്ല, അവൻ സ്വതന്ത്രനാണ്. അവൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, അവൻ ക്രിസ്തുവിൻ്റെയാണ്, അവൻ സ്വതന്ത്രനാണെന്ന് അപ്പസ്തോലൻ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് വചനത്തിൽ. ആ വിളി അഡോണാ എന്നാണെങ്കിൽ ഇപ്പുറത്ത് പിതാവേ എന്ന്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. കർത്താവ് എന്ന് വിളിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയപ്പോൾ തുടങ്ങി ക്രിസ്തുവിൻ്റെ ശിരസിലേക്ക് അപ്പസ്തോലൻ വളരാൻ തുടങ്ങി. അനുദിനം യേശുവിൻ്റെ ശിരസിലേക്ക് അവൻ വളരാൻ തുടങ്ങി. യേശുവിൻ്റെ ശിരസിലേക്ക് വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുക, ചില പീഡനങ്ങൾ സഹിക്കുക, ചില പ്രതികൂലങ്ങൾ സഹിക്കുക എന്ന് തന്നെയാണ് വചനത്തിൽ കാണുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 2 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഒരുവൻ അവൻ്റെ വിശ്വാസത്തിൽ പൂർണ്ണനാകണമെങ്കിൽ, വിശ്വാസത്തിൽ സ്ഥിരത ലഭിക്കണമെങ്കിൽ അവന് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിയതല്ല. അവന് അനുഗ്രഹത്തിൽ നിലനിൽക്കുന്ന കാര്യത്തിലല്ല അവൻ്റെ വിശ്വാസം സ്റ്റേബിൾ ആകുന്നത്, ഉറപ്പിക്കപ്പെടുന്നത്. പകരം മാനദണ്ഡം വേറെ യാക്കോബ് വെച്ചിരിക്കുന്നത്. എന്താണ്? നീ പരീക്ഷിക്കപ്പെടുമ്പോഴാണ്. നിന്റെ മുൻപിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, നിന്റെ മുൻപിൽ ഒരു പ്രതികൂലം വരുമ്പോഴാണ്, നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുമ്പോഴാണ് നീ അതിനകത്ത് ഉറപ്പുള്ളവനാണോ എന്ന് പരിശോധിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരതയുണ്ടോ എന്നറിയാൻ പറ്റും. നമ്മൾ വളരെ സന്തോഷവാനായി ചിരിച്ച് കളിച്ച് ഒരു പ്രശ്നമില്ലാതെ പ്രാർത്ഥിച്ച് അത്യാവശ്യം കൊന്തയൊക്കെ ചൊല്ലി, അത്യാവശ്യം കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലി, അത്യാവശ്യം ഞായറാഴ്ചയൊക്കെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് കുർബാനയ്ക്കൊക്കെ പോയി ഒന്ന് തിരിച്ചൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ചുമ വരുന്നു, അല്ലെങ്കിൽ ഒരു തലവേദന വരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആവുന്നു, ഒരു ബയോപ്സി ടെസ്റ്റ് എടുക്കുന്നു, ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നു, ക്യാൻസർ സെല്ലുകളാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത് എന്ന് ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്നു. എന്തായിരിക്കും നമ്മുടെ മനോഭാവം? കർത്താവേ, ഞാൻ എന്ത് കാണിച്ചിട്ടാ? ഞാൻ എന്ത് കുറവുണ്ടായിട്ടാ? ഞാൻ മറ്റുള്ളവരെ പോലെയൊന്നുമല്ല. അപ്പുറത്തെ റോസി വർഷത്തിലൊരിക്കൽ മാത്രം കുമ്പസാരിക്കാറുള്ളൂ, ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും കുമ്പസാരിക്കാറുണ്ട്. അപ്പുറത്തെ ആ തങ്കപ്പൻ്റെ കെട്ടിയോള് അവളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടി എന്നെ ചീത്ത പറഞ്ഞിട്ട് പോയി കുർബാന സ്വീകരിച്ചവളാ. ഞാൻ അങ്ങനെയൊന്നല്ലല്ലോ, ഞാൻ കുമ്പസാരിക്കാറില്ലേ, ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ വരാറില്ലേ, ഞാനല്ലേ നമ്മുടെ പള്ളിയിലെ പ്രധാനപ്പെട്ട ബാഡ്ജ് ധരിച്ച് എല്ലാത്തിൻ്റെയും മുമ്പിൽ നിൽക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കെന്തുകൊണ്ട് ഈ കഷ്ടത വന്നു? ഇതായിരിക്കില്ലേ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആദ്യത്തെ ചിന്ത? ഇതായിരിക്കുമല്ലോ ആദ്യം ഒരു പ്രതികൂലം, ഒരു പ്രതിസന്ധി, ഒരു രോഗാവസ്ഥ, ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചു നടക്കാതെ വരുന്നു. എൻ്റെ മകൻ ഒരു എക്സാം എഴുതി, അത് പാസ്സായില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് ഭൗതികമായി ആഗ്രഹിച്ചു, അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, ഇതെന്തേ നടക്കാത്തത്? ഇതെന്താ ഇങ്ങനെ? ഞാൻ എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ? ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? ദൈവവചനം പറയുക,
നിന്റെ സ്ഥിരതയെ പരിശോധിക്കുവാൻ, നിന്റെ വിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കുവാൻ ദൈവം വരും. ദൈവം ആളെ വിടും. നിന്റെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ. അത് പരീക്ഷിക്കുമ്പോഴേ നീ ഇതിൽ സ്ഥിരതയുണ്ടോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നീ ഇത് വിട്ടുപോകുമോ? നീ വചനത്തെ വിട്ടുപോകുമോ? നീ ക്രിസ്തുവിനെ കളഞ്ഞിട്ട് പോകുമോ? ദൈവം ഒന്നും ശരിയല്ല, എല്ലാത്തിനെയും വിട്ടിട്ട് നീ മാറിപ്പോകുമോ എന്നറിയണമെങ്കിൽ വിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കിയേ പറ്റൂ. നമ്മുടെ മുൻപിൽ ഒരു പ്രതികൂലം വന്നേ പറ്റൂ, ഒരു പ്രതിസന്ധി വന്നേ പറ്റൂ. എന്ത് പ്രതിസന്ധി വരുന്നാലും ക്രിസ്തുവിനെ പ്രതി, ആ യേശുവിനെ നീ വിട്ടുപോകാതിരുന്നോ, ഉറപ്പിക്കാം, സ്ഥിരതയിൽ ദൈവം നമ്മെ നിർത്തി അവൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ വളർന്നു വരുന്നു എന്ന്, ആ പരീക്ഷയിൽ നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാണ് ദൈവം നിന്നെ പരീക്ഷിക്കുന്നത്, എന്ത് മാനദണ്ഡത്തിനാണ് ദൈവം നിന്നെ പരീക്ഷിക്കുന്നത് എന്നുകൂടെ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്തോസ് 10:13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതായത് നിനക്ക് ഇപ്പം നമുക്ക് കൊറോണ ഒന്നുമില്ലേ, കൊറോണ വരാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കൊറോണ കണ്ടുപിടിക്കാത്തവർ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കൊറോണയൊക്കെ വന്നു പോയിട്ടുണ്ടാവും, അതിന് ശേഷവും അതിന് മുമ്പ് ഇതൊക്കെ വന്നു പോയിട്ടുണ്ടാവും. ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് കൊറോണ കണ്ടുപിടിച്ചിട്ടില്ല, ഇത്രയേ പറയാൻ പറ്റത്തുള്ളൂ. കൊറോണ വരാത്തവരാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവുമായിരിക്കും കേട്ടോ, ഇനി റയർ കേസുകൾ വല്ലതുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം, ഒരു കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഭയങ്കര പേടിയായിരുന്നു. കർത്താവേ, കൊറോണ ഇപ്പം മരിച്ചു പോവും, അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ, പിന്നത്തെ ആഴ്ച വെന്റിലേറ്ററിൽ, അതോടുകൂടി പരിപാടി തീർന്നു. ഇതായിരുന്നു ആദ്യത്തെ ഭയം. കൊറോണ വന്നു, നമ്മളിൽ നിന്ന് പോയി. ഇപ്പം 4 വർഷം 5 വർഷം കഴിഞ്ഞു അല്ലേ, 2020 വന്നേ, 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ കൊറോണയാണ് എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ പേടിക്കുന്നുണ്ടോ? ഇല്ല. മറ്റത് ഇന്ന് ഈ ഹോളിൽ 2020 മാർച്ച് 20 ഇങ്ങനൊരു പ്രയർ നമ്മൾ വയ്ക്കുകയും ഈ ഹോളിൽ വന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊറോണയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്താൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ബാക്കിയുള്ളതിനൊക്കെ ഒരറ്റാക്ക് വന്ന പ്രതീതിയായിരിക്കും. കർത്താവേ, പണി പാളിയോ, പ്രാർത്ഥനയ്ക്ക് പോയത് ചതി ആയിപ്പോയല്ലോ ദൈവമേ, ഏത് നേരത്താണ് പ്രാർത്ഥനയ്ക്ക് പോയത് എന്നായിരിക്കും ചിന്ത. ഇനി 2025 ഇന്ന് ഈ ഹോളിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് കൊറോണ സ്ഥിരീകരിച്ചു എന്ന് വെച്ചാൽ, കൊറോണയല്ലേ, നമുക്കിപ്പോൾ എന്താ എന്ന് പറയും. നമ്മൾ സിമ്പിളായിട്ട് അതിനെ നേരിടും. എന്തുകൊണ്ടാണ്? നമുക്കത് വലിയ പ്രശ്നമല്ല. നമ്മൾ അതിനെയും ചാടിക്കടന്ന്, അതിനെയും മറികടന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതം. കൊറോണയല്ല, അതിനപ്പുറമുള്ളവനെ നമ്മൾ കണ്ട് അതിനെ മടക്കി മാറ്റി വെച്ചിട്ട് നമ്മുടെ ജീവിതം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കൊറോണയെ നമുക്ക് പേടിയില്ല. അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുക, നിങ്ങൾക്ക് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിടേണ്ടി വരത്തില്ല. ഏതെങ്കിലും ഒരു പ്രലോഭനം നിങ്ങൾക്ക് വന്നാൽ അങ്ങനെ വന്ന പ്രലോഭനത്തെ അതിജീവിക്കാൻ വേണ്ട ഒരു ശക്തി നിനക്ക് ലഭിക്കും. കൊറോണയെ നേരിടാനുള്ള ഒരു ആൻറ്റി വൈറസ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതിനെ നേരിടാനുള്ള ചില ആൻറ്റി വൈറസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ദൈവം തന്നെ അത് ഫോം ചെയ്തിട്ടുണ്ട്, അതിനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും കൊറോണ ഒന്ന് ചാവാതെ ഇവിടെ ഇരിക്കുന്നത്. ഇതുപോലെ ദൈവം, നീ മനുഷ്യ സഹജമായ ഒരു പ്രതിസന്ധി നിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പ് നീ തിരിച്ചറിഞ്ഞോ, അതിനെ അതിജീവിക്കാനുള്ള ഒരു കൃപ കൂടി കർത്താവ് നിന്റെ മേൽ വെച്ചിട്ടുണ്ട്. അപ്പസ്തോലൻ ഇത് എഴുതാനുള്ളൊരു പ്രധാന കാരണമുണ്ട്. എന്തുകൊണ്ടാണ് മറ്റാരും ഇത് എഴുതാതെ പൗലോസ് അപ്പസ്തോലൻ എഴുതിയത്? ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്. എൻ്റെ ലൈഫിലെ ചില അനുഭവങ്ങളാണ് ഞാൻ പറയാറുള്ളത്. അപ്പസ്തോലൻ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു പ്രശ്നം വന്നപ്പോൾ പഴയ പൗലോസ് ആണെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു, ഇന്നത്തെ പൗലോസ് ആണെങ്കിൽ എന്തു ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവനാണ് പൗലോസ്. സ്തെഫാനോസിനെ കല്ലെറിയാൻ കൂടെ നിന്നത് ആരായിരുന്നു? പ്രലോഭിപ്പിച്ചത് ആരായിരുന്നു? അവരുടെ വസ്ത്രം സൂക്ഷിച്ചത് ആരായിരുന്നു? കല്ല് വാങ്ങി കൊടുത്തത് ആരായിരിക്കാം? എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. അത് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു എന്ന്. സഭയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്, അതായത് ഒരു കുതിരപ്പുറത്ത് പോലും കയറിന് വലിച്ചു കെട്ടി ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നവനെ വലിച്ചഴയ്ക്കാൻ പോലും മടിയില്ലാത്തവനായിരുന്നു ആര്? സാവൂൾ എന്ന് പറയുന്ന വ്യക്തി. ഈ സാവൂൾ ചെയ്ത അനേക കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കിടക്കുന്നുണ്ട്. സാവൂൾ തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പണ്ട് സഭയെ പീഡിപ്പിച്ചവനാണ് എന്ന് അവർ കേട്ടു, ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നു എന്ന് അവരറിയുന്നു എന്നൊക്കെ തൻ്റെ ലേഖനത്തിൽ തന്നെ അപ്പസ്തോലൻ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പലർക്കും സാവൂളിനെ ഭയമായിരുന്നു, കാരണം അത്രത്തോളം പീഡിപ്പിച്ചവനാണ് സാവൂൾ.
സ്വാഭാവികമായും ഇങ്ങനെ പീഡിപ്പിച്ചവൻ്റെ സ്വഭാവം എന്തായിരിക്കും? ഒരെണ്ണം കിട്ടിയാൽ 2 എണ്ണം തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അടി എന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ നിന്ന് അടി പോയിട്ടുണ്ടാവും, അടി പൊട്ടിയിട്ടുണ്ടാവും. ഇതാണ് പഴയ സാവൂൾ. എന്നാൽ സാവൂള് പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ നേരത്തെയുള്ള കാറ്റഗറി വായിച്ചു അല്ലേ? സാവൂളിൻ്റെ ഇത് മാറി പൗലോസിൻ്റെ ഒരു കാറ്റഗറി വായിച്ചു. 5 പ്രാവശ്യം 40 കുറയാതെ അടി വാങ്ങി, 3 പ്രാവശ്യം വേറെ കിട്ടി, യഹൂദരിൽ നിന്ന് കിട്ടാവുന്നത് അങ്ങനെ കിട്ടി, വിജാതിയിൽ നിന്ന് കിട്ടാവുന്നത് അങ്ങനെ കിട്ടി, കപ്പലിൽ കിട്ടാവുന്നത് അങ്ങനെ കിട്ടി. ഇതെല്ലാം കിട്ടിയപ്പോഴും പുള്ളി കൈയും കെട്ടി പോരട്ടെ, പോരാ, കുറച്ചും കൂടി ഇത്രയും കൂടി ഉണ്ടെങ്കിൽ പോന്നോട്ടെ എന്ന് കരുതി വളരെ കൂളായിട്ട് നിൽക്കുക. പൗലോസ് വല്ല കൂസലുണ്ടോ? എവിടെയെങ്കിലും എതിർത്ത് പറയുന്നുണ്ടോ? എവിടെയെങ്കിലും പഴയ സാവൂളിനെ നമുക്ക് കാണാൻ പറ്റുമോ? സാവൂളിൻ്റെ സ്വഭാവം കാണാൻ പറ്റുമോ? സാവൂളിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റുമോ? അപ്പസ്തോലൻ സാവൂളിനെ വിളിക്കുമ്പോൾ തന്നെ അനന്യാസിനോട് പറയുന്നുണ്ട്, അനന്യാസ് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല തലേ കൈവയ്ക്കാൻ, നീ വേറെ ആരെങ്കിലും വിട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്ന അനന്യാസിനോട് പറയുന്നുണ്ട്, എന്നെ പ്രതി കഷ്ടങ്ങൾ സഹിക്കാൻ ഞാൻ അവനെ തിരഞ്ഞെടുത്തതാ. അതുകൊണ്ടാണ് അതേ അപ്പസ്തോലൻ തന്നെ കൊരിന്ത് ലേഖനം എഴുതുമ്പോൾ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾ നേരിട്ടിട്ടില്ല. അതായത് എഫേസിയിൽ വെച്ച് നേരിട്ട പ്രതികൂലങ്ങളും ഏതൻസിൽ വെച്ച് കിട്ടിയ അടിയും, ഇങ്ങനെ ഓരോ പൗലോസ് അപ്പസ്തോലൻ മരിച്ചു എന്ന് കരുതി കല്ലെറിഞ്ഞ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പസ്തോല പ്രവൃത്തി കിടക്കുന്നുണ്ട്. മരിച്ചു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് മണിക്കൂറുകളോളം മരണപ്പെട്ടു എന്ന് കരുതി ഉപേക്ഷിച്ച് മുകളിൽ ഒരു വലിയ കുന്നിൻ ചെരുവിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടിട്ട് പോയി. പിന്നീട് ശിഷ്യന്മാർ ഈ പറയുന്ന പ്രക്ഷോഭക്കാർ മുഴുവൻ അവിടെ നിന്ന് പിന്മാറിപ്പോയതിന് ശേഷം ശിഷ്യന്മാർ പോയി പൗലോസിനെ നല്ലൊരു സംസ്കാരം കൊടുക്കാമെന്ന് വിചാരിച്ച് വിളിച്ചുകൊണ്ട് പോരുമ്പോഴാണ് ആശാൻ കണ്ണു തുറന്നിട്ട്, ചത്തട്ടില്ലടാ, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വരുന്നത്. പിറ്റേ ദിവസം അവിടേക്ക് പ്രക്ഷോഭമായിട്ട് പോയോ? അടുത്തൊരു 15 പേരെയും കൂട്ടിയിട്ട് പോയോ? കല്ലെറിയാനായിട്ട് അടുത്ത സംഘത്തെ കൂട്ടിയോ? സ്തെഫാനോസിനെ കല്ലെറിയാൻ സംഘത്തെ കൂട്ടിയ പോലെ പിന്നെ കൂട്ടിയോ? എവിടെയെങ്കിലും പ്രതികൂലിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും പ്രതികരണം എന്ന് പറഞ്ഞ സംഭവം പോലുമില്ല. അപ്പസ്തോലൻ അവിടെ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്, എനിക്ക് എന്തെങ്കിലും ഒരു പ്രലോഭനം വന്നാൽ ആ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ളൊരു കൃപ കൂടി ദൈവം എൻ്റെ മേൽ വെച്ചു, എൻ്റെ മേൽ നിക്ഷേപിച്ചു. ഇന്ന് ഒരു പ്രശ്നം നമുക്ക്, ഒരു രോഗം, എന്ത് പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടോ അതിനെ അതിജീവിക്കാനുള്ള കൃപ കർത്താവ് വെച്ചിട്ടാണ് നിന്നെ അതിലേക്ക് വിടുന്നത്. അപ്പം നിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുക, നിൻ്റെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ദൈവം അത് ചെയ്യുകയാണ്, ദൈവം അത് അനുവദിക്കുകയാണ്. നിൻ്റെ വിശ്വാസത്തെ സ്ഥിരതയുള്ളതാണോ അത് ശക്തിയുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി ദൈവം അത് പറഞ്ഞു വിടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6:3 വായിക്കാമോ? അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ, ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. അതായത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവിടെ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിക്കുകയും, 1-ാം വാക്യം മുതൽ വായിച്ചു, ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുവിറുത്തു. നമ്മുടെ പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചായയും ബണ്ണും കൊടുക്കുന്നതിൽ ആരൊക്കെയോ എന്തൊക്കെയോ കൈ കടത്തി. ആവശ്യക്കാരന് ബണ്ണ് കൊടുത്തില്ല, ആവശ്യക്കാരന് ചായ കൊടുത്തില്ല എന്നൊരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലനായ പത്രോസ് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിതിനകത്ത് എന്ത് വ്യത്യാസം വരുത്താം? പ്രതിദിനമുള്ള സഹായ വിതരണം, സഹായ കാര്യങ്ങൾ, തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുവിറുത്തു. അങ്ങനെ ഒരു പിറുവിറുപ്പ്, ഒരു അടക്കം പറച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു. അവർ 12 പേരും അപ്പസ്തോലന്മാരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് ശുശ്രൂഷ, സുവിശേഷ പ്രഘോഷണമാണ്. ഈ സുവിശേഷ പ്രഘോഷണത്തിൽ നിന്നും മാറി അവിടെ വന്ന് ചായ വിളമ്പന പരിപാടിയല്ല ഞങ്ങളുടെ. ചായം ബണ്ണും കിട്ടിയില്ല എന്നുള്ള പരാതി തീർക്കാൻ ഇനി 12 പേരിൽ ഒരുവൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനാണ്. അതുകൊണ്ട് ചായ വിതരണത്തിന് എന്ന് നിങ്ങൾക്കൊരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞോ? അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. നിങ്ങളിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നിങ്ങളിൽ നിന്ന് തന്നെ. ആര് കണ്ടുപിടിക്കണം? ഞങ്ങൾ കണ്ടുപിടിക്കുമോ? അല്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. 7 പേരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുവിൻ. അതിനൊരു ക്വാളിറ്റി പറഞ്ഞു, അവൻ സുസമ്മതനായിരിക്കണം, ആത്മാവും ജ്ഞാനവും ഉണ്ടായിരിക്കണം. ഈ 3 കാറ്റഗറി അവർക്കുണ്ടാകണം. അതായത് എല്ലാവർക്കും പ്രീതിയുള്ള, കൊള്ളാവുന്ന, ഓക്കെ, അവനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ
നല്ല പയ്യൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളൊക്കെ എന്നെ പെട്ടെന്ന് കണ്ടാൽ മതി. കാരണം എല്ലാവരും സുസമ്മതനായിട്ട് ലോകം മുഴുവൻ കാണുന്ന വിശുദ്ധനായി എന്നെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ സുസമ്മതനായ ഒരു വ്യക്തിയായിരിക്കണം, അതുപോലെ ആത്മാവുണ്ടായിരിക്കണം, ജ്ഞാനവും നിറഞ്ഞിരിക്കണം. ഇതാണ് 3 കാറ്റഗറി. ഇങ്ങനെയുള്ളവർ കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ചവരിൽ ഒരാളാണ് സ്തെഫാനോസ്. അതിന് 5-ാം വാക്യം വായിച്ച സ്തെഫാനോസിൻ്റെ പേര് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ സ്തെഫാനോസിനെ ഇവർ തെരഞ്ഞെടുത്തു. സ്തെഫാനോസിനെ തെരഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ 6-ന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളോട് ചിന്തിക്കാനുണ്ട്. ഒന്ന്, മറ്റ് ആളുകൾ, ഞാൻ നേരത്തെ തുടക്കം നമ്മൾ ചോദിച്ച പോലെ യേശുവിനെ പോലെ അത്ഭുതം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? യേശുവിനെ പോലെ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ സ്തെഫാനോസിനും ആഗ്രഹമുണ്ട്. പക്ഷേ സ്തെഫാനോസിൻ്റെ ആ ആഗ്രഹം എപ്പോൾ സംഭവിച്ചു, എപ്പോൾ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. സ്തെഫാനോസ് കൃപാവരവും ശക്തി കൊണ്ടും നിറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അത്ഭുതങ്ങൾ ചെയ്തു, വലിയ അടയാളങ്ങൾ ജനമധ്യത്തിൽ ചെയ്യാൻ തുടങ്ങി. വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും അവൻ എപ്പോഴാണ് ചെയ്തത്? ശക്തിയാലും കൃപാവരത്താലും അവൻ നിറഞ്ഞപ്പോഴാണ്. ഈ ശക്തിയാലും കൃപാവരത്തിലും നിറഞ്ഞപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ക്രിസ്തുവിൻ്റെ ശിരസിനോളം വളരുവാനുള്ള ഒരു കൃപാവരമാണ് സ്തെഫാനോസിന് കർത്താവ് കൊടുത്തത്. ഒരു നോർമൽ കൃപാവരമല്ല കൊടുത്തത്. ഒരൊറ്റ ദിവസം കൊണ്ട് ക്രിസ്തുവിൻ്റെ ശിരസോളം വളരാൻ പറ്റുന്ന തരത്തിൽ അത്ര വലിയൊരു കൃപാവരമാണ് സ്തെഫാനോസിന് കർത്താവ് കൊടുത്തത്. ആ കൃപാവരത്തിലേക്ക് സ്തെഫാനോസ് വളർന്നത് നമ്മൾ ആ 8-ാം വാക്യം 7-ാം വാക്യം 7-ാം അധ്യായം മുഴുവൻ വായിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാൻ ഒരു തവണ പറഞ്ഞിരിക്കുന്നതാണ് സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൻ്റെ ആഴം. ഓരോ വാക്കുകളും അത്ര ശക്തമായ കാര്യത്തിലാണ് സ്തെഫാനോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് തന്നെ ആകട്ടെ, അതിൻ്റെ അവസാന വാക്യം നമുക്കൊന്ന് വായിക്കാം. 7-ന്റെ ലാസ്റ്റ് 60-ാം വാക്യം, 7-ാം അധ്യായം 60-ാം വാക്യം, 59, 60 വായിച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. ഇങ്ങനെ മരിച്ച ഒരാളുണ്ട്. അതാരാ? മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ഈ പാപം ഇവരുടെ മേൽ വയ്ക്കരുത് എന്ന് പറഞ്ഞ് മരിച്ച ഒരാളുണ്ട്. ആരാത്? യേശു ക്രിസ്തു. യേശു പറഞ്ഞ അതേ വാക്കുകൾ തന്നെ സ്തെഫാനോസ് പറഞ്ഞു. അതേ വാക്കിലേക്ക് സ്തെഫാനോസ് എത്തി. നമ്മൾ 6-ന്റെ 8-ൽ കണ്ടു, സ്തെഫാനോസ് കൃപാവരം നിറഞ്ഞ് അത്ഭുതം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ മേൽ സഹിക്കുവാനുള്ള ഒരു കൃപ കൊടുത്തു ദൈവം. എന്തിനേയും, ഏത് പ്രതികൂലത്തെയും ഏത് പ്രശ്നത്തെയും സഹിക്കുവാനുള്ള ഒരു കൃപ കൊടുത്തു. ഏത് പരീക്ഷകളെയും അതിജീവിക്കുവാനുള്ള ഒരു കൃപ ദൈവം അവന് കൊടുത്തു. എത്ര വലിയ പ്രതികൂലം വന്നാലും അതിനെ അതിജീവിക്കുവാനുള്ള കൃപ സ്തെഫാനോസിന് കിട്ടിയപ്പോൾ കിട്ടാവുന്ന ഏറ്റവും വലിയ പരീക്ഷയാണ് സ്തെഫാനോസിന് വന്നത്. ജനം മുഴുവൻ അവനെ കല്ലെറിയുന്ന ഒരു കൃപയാണ് അവന് ലഭിച്ചത്. ജനം മുഴുവൻ അവനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം എന്നെ കല്ലെറിഞ്ഞവരുടെ മേൽ ഒരുവൻ്റെ മേൽ പോലും വയ്ക്കരുതേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ സ്തെഫാനോസ് ക്രിസ്തുവിൻ്റെ ശിരസോളം വളർന്നു. അബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച സ്തെഫാനോസ് ദൈവത്തെ പിതാവായി വിളിച്ച് ദൈവം തൻ്റെ പുത്രനെ മകനായി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, ആ മകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ സ്തെഫാനോസിൻ്റെ മേൽ വന്നു. ആ കൃപ അവൻ എന്ത് ചെയ്തു? സഹിക്കുവാനുള്ള, പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള, ഏത് മേഖലകളെയും തരണം ചെയ്യാനുള്ളൊരു കൃപ അവൻ്റെ മേൽ കൊടുത്തു. എത്ര വലിയ പ്രതിസന്ധി വന്നിട്ടും അവൻ ആരെയും പഴിചാരിയില്ല, ആരെയും കുറ്റം വിധിച്ചില്ല, ആരെയും എതിരെ തിരിച്ച് ഇങ്ങോട്ട് വന്ന കല്ല് പിടിച്ച് തിരിച്ച് അങ്ങോട്ട് തിരിച്ചെറിഞ്ഞില്ല. എല്ലാത്തിനെയും സ്നേഹത്തോടെ സഹിച്ചു. സകല കല്ലുകളെയും മുട്ടുകുത്തുകൊണ്ട് എല്ലാ കല്ലേറും സഹിച്ച് അവൻ പറഞ്ഞു, കർത്താവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഇവരെ കുറ്റം വിധിക്കരുതേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നമുക്ക് എത്ര പേർക്ക് പറ്റും? നമ്മളെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കെതിരെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? നമുക്കെതിരെ പല കാര്യങ്ങൾ, പല മേഖലകൾ നമുക്കെതിരെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഓക്കെ സഹിക്കാം, കിട്ടിയതായി ഇരിക്കട്ടെ എന്ന് കരുതി നമുക്ക് വയ്ക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യം പോയി അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നായിരിക്കും ആദ്യം പറയാൻ വരുന്നത്. ഇവിടെ സ്തെഫാനോസ് നേരെ തിരിച്ച, വരുന്ന കല്ലുകളെ ഒന്നും അവൻ ഒപ്പോസ് ചെയ്യുന്നില്ല, എല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് പറയുകയാണ്, എല്ലാം പോന്നോട്ടെ,
എല്ലാം ഇങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ കർത്താവേ, ഈ പാപമൊന്നും ഇവരുടെ മേൽ വെക്കരുത് എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശിരസോളം വളർന്നൊരു സ്തെഫാനോസിനെ നമ്മൾ വചനത്തിൽ കാണുന്നത്. അവൻ്റെ ശിരസിനോടൊപ്പം നിൽക്കാൻ ദൈവം ഒരു കൃപ കൊടുത്തു എന്ന 6:8 നമ്മൾ വായിച്ചത്. ആ കൃപാവരം അവൻ്റെ മേൽ വന്നപ്പോൾ അവന് വന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ അവന് സാധിച്ചു. അതാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അവൻ്റെ കൃപ അവനിലേക്ക് വരുമ്പോൾ ആ കൃപയിൽ അവൻ നിറഞ്ഞു. മനുഷ്യ സഹജമായ ഒരു പരീക്ഷണവും അതല്ലാതെ മറ്റൊരു പരീക്ഷണവും നിൻ്റെ മേൽ വരുന്നില്ല. ഏതെങ്കിലും പരീക്ഷകൾ നിൻ്റെ മുൻപിൽ വന്നാൽ അതിനെ അതിജീവിക്കാൻ പോകുന്നൊരു കൃപ കൂടി ദൈവം അവൻ്റെ മേൽ വയ്ക്കും. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ സഹിക്കാൻ പറ്റും? സ്തെഫാനോസ് എങ്ങനെ ഇത് സഹിച്ചു? സിറിയയിലൊക്കെ ആ കൊച്ചു കുഞ്ഞുങ്ങളെ ISIS ഭീകരർ കഴുത്തറത്ത് കൊന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട വ്യക്തിയാണ്. യൂണിഫോം ഇട്ട് കൊച്ചുങ്ങളെ വെച്ച് കഴുത്തറത്ത് കൊന്ന വീഡിയോ ആരെങ്കിലും കണ്ടിരുന്നോ? ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, എങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റും? കൊച്ചു കുഞ്ഞാ, ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അവർ കരയുന്ന പോലുമില്ല. വളരെ കൂളായിട്ട് വളരെ വളരെ ലാളിത്യത്തോടു കൂടി അതിനെ നേരിടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഒരു മൃഗമാണെങ്കിൽ പോലും മറ്റൊരു മൃഗത്തെ അറക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും, അല്ലെങ്കിൽ ഭയം വരും. പക്ഷെ ഇതുപോലുമില്ല. അതിനെ സ്നേഹത്തോടെ സഹനത്തോടെ ഏറ്റെടുക്കുക, യാതൊരു വിധത്തിലും ഒരു പ്രശ്നവുമില്ലാതെ. നീ ഇന്നു വരെ ചാടിക്കടന്ന ആ ഹൈ ജമ്പിൻ്റെ ലെവലിനേക്കാൾ മുകളിൽ നിനക്ക് ചാടിക്കടക്കേണ്ടി വരുന്നൊരു പരീക്ഷണം നിൻ്റെ മുൻപിൽ വെച്ചാൽ അതിനെ ചാടിക്കടക്കാനുള്ള ഒരു കൃപ കൂടി ദൈവം നിൻ്റെ മേൽ വെച്ചിട്ടാണ് ആ പരീക്ഷണം നിൻ്റെ മേൽ വരത്തുള്ളൂ. ഇന്നലെ വരെ വന്ന പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ നീ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ദൈവം അതിന് കൃപ നിനക്ക് തന്നുകൊണ്ടാണ്. അതിലും വലുത് വന്നാലും മറികടക്കാനുള്ളൊരു കൃപ തന്നാൽ അതിന് മുകളിലുള്ള പരീക്ഷണവും ദൈവം നിനക്ക് അനുവദിക്കുമെന്നാണ് ദൈവം വ്യക്തമായിട്ട് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസ പരീക്ഷണം എന്ത് തന്നെ വന്നാലും, എന്തൊക്കെ വന്നാലും അതെല്ലാം പരീക്ഷിക്കപ്പെടുമ്പോൾ വിജയിക്കുവാൻ തക്കവണ്ണം ഒരു കൃപ ദൈവം നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. ഇന്നും ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് ആദത്തിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ്. ആദത്തിൻ്റെ അതേ രീതി തന്നെയാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ ആദത്തെയും യേശുവിനെയും കമ്പാരിസൺ ചെയ്തു അല്ലേ? ആദത്തെയും യേശുവിനെയും നമ്മൾ കമ്പാരിസൺ ചെയ്തു. ചോദ്യ പേപ്പറും അതിനുള്ള ഉത്തരങ്ങളും കൃത്യമായി തന്നിട്ട് തന്നെയാണ് ദൈവം ഇന്നും നമ്മെ നിർത്തിയിരിക്കുന്നത്. നിന്റെ മുൻപിൽ പ്രതികൂലം വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരവും കർത്താവ് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമായിട്ട് വായിച്ചത്. ഏതെങ്കിലും പ്രതിസന്ധി നിന്റെ മുമ്പിൽ വന്നാൽ അതിന് തക്ക കൃപയും നിന്റെ മേൽ ദൈവം വെച്ചിട്ടുണ്ട്. അത് മറികടക്കാനുള്ള കൃപയും കർത്താവ് നമ്മുടെ മേൽ വെച്ചിട്ട് ആ പ്രതികൂലത്തെ അനുവദിച്ചത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നീ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു, നീ ഏത് രീതിയിൽ അതിനെ ഫേസ് ചെയ്യുന്നു, അത് നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. വിശ്വാസമില്ലാത്തവനെ പോലെ വിശ്വാസമുള്ളവനെ പോലെ. അബ്രഹാമിന് മുൻപിൽ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാമിന് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം അല്ലേ? ബലി അർപ്പിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. കർത്താവെ ആറ്റുനോറ്റ് 10-25 വർഷമായിട്ട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാ, എല്ലാം കഴിഞ്ഞപ്പോൾ ഈ വർത്താനം പറയരുതെന്ന് വേണമെങ്കിൽ അബ്രഹാമിന് പറയാം. പക്ഷെ അബ്രഹാമിനൊരു വിശ്വാസമുണ്ട്, ഈ കല്ലുകളിൽ നിന്നും തൻ്റെ പുത്രനെ നൽകാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് വിശ്വാസം അബ്രഹാമിനുണ്ട്. അതാണ് അവൻ്റെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നൊരു പരീക്ഷണം അവൻ്റെ മുമ്പിൽ വന്നപ്പോഴും ആ പരീക്ഷണത്തിൽ പോലും അവൻ വിജയിച്ചത്. പൂർവ്വപിതാക്കന്മാർ മുഴുവൻ ഇതുപോലെ പരീക്ഷണങ്ങളിൽ വിജയിച്ചവരാ. അപ്പസ്തോലന്മാർ മുഴുവൻ പരീക്ഷണങ്ങൾ വിജയിച്ചവരാ. ഫിലിപ്പി ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം കൂടി വായിച്ച് നമുക്ക് ആരാധനയ്ക്കായി കടന്നു പോകാം. ഫിലിപ്പി ലേഖനം, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. വചനം വ്യക്തമായിട്ട് പറയാ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ഒരു വിശ്വാസി ആയിരിക്കുക, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് മാത്രമല്ല നിന്റെ മാനദണ്ഡം. ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതോടൊപ്പം തന്നെ അവന് വേണ്ടി സഹിക്കാനും അനുഗ്രഹം ഉള്ള ഒരു പ്രവൃത്തിയാണ് ദൈവം തൻ്റെ ശിഷ്യർക്ക്, തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വച്ചിരിക്കുന്നത്. അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള ഒരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഒന്ന് കണ്ണുകളടച്ച്, പൂർണ്ണമായി കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, എൻ്റെ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരായിരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ആഗ്രഹമാണ് അവൻ്റെ ശിരസോളം വളർത്തുക. അവൻ്റെ ശിരസോളം നമ്മളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ദൈവം ഒരു പക്ഷേ ചില പ്രശ്നങ്ങൾ, ചില പരീക്ഷകൾ, ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വെക്കാം. പക്ഷേ അവിടെയെല്ലാം വിജയിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അവിടെയെല്ലാം എന്നെ വിജയിപ്പിക്കുന്നൊരു ദൈവമുണ്ട്.